കഥ തുടരുന്നു. രാത്രി 10 മണി. ഓടനാവട്ടം ശശാങ്കൻ പ്രകാശ് ചന്ദ്രന് പാർട്ടി നടത്തുകയായിരുന്നു. കൊട്ടാരക്കരയിലെ തൻ്റെ ബിയർ ആൻഡ് വൈൻ പാർലറിൽ വെച്ച്. CI ചക്രപാണിയും ഐസ്തംഭിയും അടങ്ങുന്ന ഒരു സംഘം തന്നെയുണ്ടായിരുന്നു പ്രൈവറ്റ് റൂമിൽ. ആശ്രിത നിയമനം അനുസരിച്ച് പ്രകാശ് ചന്ദ്രന് പോലീസിൽ ജോലി ലഭിച്ചിരിക്കുകയാണ്, SI ആയിട്ട്. അതിൻ്റെ ട്രെയിനിങ്ങിന് നാളെ പോകുകയാണവൻ. നീ SI ആയിട്ട് വരുമ്പോഴേക്കും വെളിയത്ത് നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം ഉണ്ടാവും. നമ്മുടെ സ്റ്റേഷനിൽ തന്നെ നിനക്ക് ഞാൻ പോസ്റ്റിംഗ് വാങ്ങി തരികയും ചെയ്യും, ഏത് സർക്കാർ ഭരിച്ചാലും, ശശാങ്കൻ ഉറപ്പു നൽകി. എന്നിട്ട് വേണം എനിക്ക് കുറച്ച് അഴിമതി കാണിക്കാൻ. സ്തംഭിച്ചിരിച്ചു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ പുണ്യപ്രവൃത്തിയല്ലേ? ശശാങ്ക പറഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ മുതലാളി എനിക്ക് സങ്കടം. പ്രകാശ് ചന്ദ്രൻ ചുണ്ടനക്കി. അതെന്താ? എല്ലാവരും അവനിലേക്ക് നോട്ടം നട്ടു. അവൾ ദക്ഷിണ ഒത്തിരി കൊതിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇനി ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ടേ വല്ലതും നടക്കത്തുള്ളല്ലോ എന്നോർക്കുമ്പോൾ ഇന്ന് അങ്ങോട്ട് പോകാനൊട്ട് നേരവും കിട്ടിയില്ല. അവൻ പറഞ്ഞു നിർത്തിയതും ഫോൺ ശബ്ദിച്ചു. പ്രകാശ് ചന്ദ്രൻ മേശപ്പുറത്ത് നിന്ന് അതെടുത്തു നോക്കി. ധനുഷിൻ്റെ നമ്പർ. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. മറ്റുള്ളവരോട് മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ചിട്ട് പ്രകാശ് ചന്ദ്രൻ അറ്റൻഡ് ചെയ്തു. പറയടാ ധനുഷേ. ധനുഷല്ല, ഞാനാ. മണിക്കിരുങ്ങും പോലെയുള്ള ചിരി അത് അവൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. ദക്ഷിണ. പിന്നെയും കേട്ടു അവളുടെ പതിഞ്ഞ ശബ്ദം. ഏട്ടൻ്റെ ഫോൺ കട്ടെടുത്ത് വിളിക്കുകയാ ഞാൻ. ധനുഷ് എന്തിയെ? അവർ രണ്ടാളും ഉറങ്ങിക്കഴിഞ്ഞു. പിന്നെയും ചിരി. മിടുക്കി, ഞാനിപ്പോൾ നിൻ്റെ കാര്യം വിചാരിച്ചതേ ഉള്ളൂ. അവന് ആവേശമായി. ചുമ്മാ കള്ളം. അല്ലടി സത്യം. പ്രകാശേട്ട എവിടെയാ? കൊട്ടാരക്കരയിൽ. ഒന്നിങ്ങോട്ട് വരുമോ? ഈ രാത്രിയിലോ? പ്രകാശ് ചന്ദ്രൻ്റെ കണ്ണുകൾ മെഴിഞ്ഞു. അതെ, വളരെ അത്യാവശ്യമാണ്. പ്രകാശ് ചന്ദ്രൻ്റെ നെറ്റി ചുളിഞ്ഞു. നിനക്ക് ഇറങ്ങി വരാൻ പറ്റുമോ? വരും. ഫോണിലൂടെ പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ്. പിന്നീട് പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? അവളുടെ വാക്കുകളിലെ സങ്കടം അവൻ കേട്ടറിഞ്ഞു. ഇപ്പോൾ വന്നില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും കാണാൻ പോലും കഴിയില്ല. എന്നെ നാളെ ഇവിടുന്ന് മാറ്റും. പ്രകാശേട്ടൻ രക്ഷിക്കണം. പ്രകാശ് ചന്ദ്രൻ്റെ മുഖം തെളിഞ്ഞു. ശരി, ഞാൻ വരാം. നീ എവിടെ കാണും? ഞാൻ റോഡിലിറങ്ങി നടന്നു വരാം. പ്രകാശേട്ടൻ വന്നാൽ മതി. അവൻ ഫോൺ കട്ട് ചെയ്തു. മറ്റുള്ളവരോട് വിവരം പറഞ്ഞു. എങ്കിൽ നിങ്ങൾ ബാക്കി തീർത്തോ, ഞാൻ വിളിക്കാം. അവൻ എഴുന്നേറ്റു. അവളെ ക്രഷർ യൂണിറ്റിലേക്ക് കൊണ്ടുപോടാ. ആഘോഷത്തിൽ ഞങ്ങളും ജോയിൻ ചെയ്തോളാം. ഞാൻ ഇപ്പം തന്നെ വാച്ചർ വിളിച്ച് പറഞ്ഞേക്കാം ഗേറ്റ് തുറന്നിടാൻ. ശശാങ്കന് സന്തോഷമായി. അവളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. ബൈക്കിൻ്റെ കീമെടുത്ത് തിടുക്കത്തിൽ പ്രകാശ് ചന്ദ്രൻ അവിടെ നിന്നിറങ്ങി. 10 മിനിറ്റ് കൊണ്ട് അവൻ വെളിയത്തെത്തി. കുന്നു കയറാൻ ഭാവിക്കുമ്പോൾ വീണ്ടും ഫോൺ ശബ്ദിച്ചു. ബൈക്കിൻ്റെ വേഗം കുറയ്ക്കാതെ തന്നെ അവൻ ഫോൺ എടുത്തു. പ്രകാശേട്ട എവിടെയെത്തി? ദക്ഷിണയിലെ ചോദ്യം. ദേ, ഞാനങ്ങ് എത്താറായി. എങ്കിൽ കൊട്ടേപ്പാറ പുതിയ മടയിലേക്ക് വരുമോ? അതെന്തിനാ? പ്രകാശ് ചന്ദ്രൻ ബൈക്കിൻ്റെ വേഗം കുറച്ചു. ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഒരു കാറ് എതിരെ വന്നു. അവർ കാണാതെ ഞാൻ ഇതിനുള്ളിലേക്ക് കയറി. പുറത്തിറങ്ങുമ്പം വീണ്ടും വണ്ടി വന്നാലോ? വീട്ടിലെങ്ങാനും അറിഞ്ഞാൽ? എനിക്ക് പേടി തോന്നുന്നു. അവൻ മറുപടി പറയും മുമ്പ് അവൾ തിരക്കി. ഞാൻ ഇറങ്ങി നടക്കണോ അതോ? വേണ്ട, നീ അവിടെ തന്നെ നിന്നോ, ഞാൻ ഉടനെ എത്തും. കയറ്റം കയറി പ്രകാശ് ചന്ദ്രൻ പുതിയ പാറമടയിലേക്ക് ബൈക്ക് തിരിച്ചു. വെള്ളപ്പാറ വെളിച്ചമടിച്ച് വെള്ളി പോലെ തിളങ്ങി. അവൻ ബൈക്ക് നിർത്തി ചുറ്റും നോക്കി. ചീവീടുകളുടെ ശബ്ദമൊഴിച്ച് യാതൊരു അനക്കവുമില്ല. ഇവിടെ വെച്ചാണ് താൻ ചന്ദ്രശേഖരൻ്റെ നെഞ്ചിലേക്ക് വടിവാൾ കുത്തിയിറക്കിയതെന്ന് അവൻ ഓർത്തു. ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് ചുറ്റും നോക്കിക്കൊണ്ട് അവൻ മടയിലേക്ക് ഇറങ്ങി. പൊട്ടിച്ചു കൂട്ടിയിരിക്കുന്ന കല്ലുകൾക്കടുത്തെത്തി. ദക്ഷിണേ. ശബ്ദം പരമാവധി താഴ്ത്തി അവൻ വിളിച്ചു. മറുപടിയില്ല. പെട്ടെന്ന് വീണ്ടും ഫോൺ ശബ്ദിച്ചു. അവനത് കാതിലമർത്തി. ഞാനെത്തി ദക്ഷിണേ. ഞാൻ കാണുന്നുണ്ട്. പിന്നെ ദേ, പ്രകാശേട്ടൻ്റെ വാട്സാപ്പിൽ ഒരു വീഡിയോ ക്ലിപ്പിംഗ് വന്നിട്ടുണ്ട്. അതൊന്ന് നോക്കിയോ? ദക്ഷിണ പറഞ്ഞു. ഈ നേരത്തോ? അതൊക്കെ പിന്നെ നോക്കാം. നീ എവിടെ? വേഗം വാ. അതൊന്ന് നോക്കണേ. ദക്ഷിണ ധൃതി കൂട്ടി. വളരെ അത്യാവശ്യമുള്ള ഒന്നാ അത്. അവൻ പെട്ടെന്ന് വാട്സപ്പ് ഓൺ ചെയ്ത് നോക്കി. പാറമല പിളർന്ന് തൻ്റെ ശിരസിലേക്ക് പതിച്ചതുപോലെ അവൻ വിറച്ചുപോയി. താൻ ശേഖരനങ്ങളുടെ നെഞ്ചിൽ കുത്തുന്ന രംഗങ്ങൾ, തുടർന്നുള്ള സംഭവങ്ങൾ. പ്രകാശ് ചന്ദ്രന് ആപത്ത് മണത്തു. താൻ കഴിച്ച മദ്യമത്രയും ആവിയായി പോയത് അവൻ അറിഞ്ഞു. വെട്ടിത്തിരിഞ്ഞ് അവൻ ബൈക്കിന് നേരെ ഓടാനഞ്ഞു. ആ ക്ഷണം ബൈക്കിൻ്റെ ടയറുകളെ കാറ്റു പോകുന്ന ശബ്ദം, ചൂളം വിളി പോലെ. പൊടുന്നനെ മടക്കി മുകളിൽ ഒരു പാറയുടെ ഇളക്കം. അവൻ നടുങ്ങി നോക്കി. ഐസ് പാളി പോലെ ഒരു വലിയ പാറകഷ്ണം താഴത്തെ പാറകളിൽ തട്ടി തട്ടി തെറിച്ചു വരുന്നു തൻ്റെ നേർക്ക്. പ്രകാശ് ചന്ദ്രൻ ഒരു മാത്രം സ്തബ്ധനായി. അവൻ്റെ കണ്ടത്തിൽ ഒരു വിലാപം കുരുങ്ങി. അടുത്ത നിമിഷം സർവശക്തിയും സമാഹരിച്ച് അവൻ ഒരു ഭാഗത്തേക്ക് കുതിച്ചു. മുകളിൽ നിന്ന് തെറിച്ചു വന്നുകൊണ്ടിരുന്ന ആ വെള്ളപ്പാറ ഭയാനക ശബ്ദത്തോടെ അവൻ്റെ പിന്നിൽ പതിച്ചു. പൊടിപടലങ്ങൾക്കൊപ്പം ചെറുപാറ കഷ്ണങ്ങളും ഉയർന്നു തെറിച്ചു. പ്രാണം തിരിച്ചു കിട്ടിയതുപോലെ പ്രകാശ് ചന്ദ്രൻ നിന്നു. ശ്വാസം വലിച്ചു വിട്ടു. ശരീരവും മനസ്സും അപ്പോഴും വിറകൊള്ളുകയാണ്. അവിശ്വസനീയതയോടെ പ്രകാശ് ചന്ദ്രൻ പാറക്കുന്നിലേക്ക് നോക്കി. അവിടെ ഒരു കറുത്ത നിഴൽ.
അത് അവനെ തന്നെ തുറച്ചു നോക്കി നിൽക്കുകയാണ്. ആരാടാ അത്? കിതപ്പടയ്ക്ക് അവൻ അലറി. ആ ശബ്ദത്തിൽ പാറമട വിറച്ചു. ആ ശരീരക്കണക്കെ അതിൻ്റെ മറുപടി മുകളിൽ നിന്ന് കേട്ടു. നിന്റെ ചത്തുപോയ തന്ത ഇപ്പോഴും രക്ഷപ്പെട്ടെന്ന് കരുതണ്ടടാ നീയെ. ക്രോധത്തോടെ പ്രകാശ് ചന്ദ്രൻ മുകളിലേക്ക് ഓടാൻ ഭാവിച്ചു. പൊടുന്നനെ അവൻ്റെ തൊട്ടരികിൽ ഒരു നിഴൽ പിടിച്ചു. പ്രകാശ് ചന്ദ്രൻ വെട്ടിത്തിരിഞ്ഞു. ഒരു ഞെട്ടൽ കൂടി. ധനുഷ്. മങ്ങിയ നാട്ടുവെളിച്ചത്തിലും അവൻ്റെ മുഖം തീക്കനൽ പോലെ തോന്നി. എടാ! പ്രകാശ് ചന്ദ്രൻ പല്ലിളിച്ചു. പെങ്ങളെ കൊണ്ട് വിളിപ്പിച്ച് നീയൊക്കെ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേടാ പന്ന നായൻ്റെ മോനെ. കഴിച്ചുരുട്ടി കൊണ്ട് അവൻ ആക്രമണ സജ്ജനായി. അല്ലാതെ പിന്നെ അവളെ നിന്റെ പയക്കുമെന്ന് കരുതിയോ? ധനുഷിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കഴിഞ്ഞ 6 മാസത്തോളം ഞങ്ങളുടെ അച്ഛൻ്റെ മരണത്തിൻ്റെ രഹസ്യം മനസ്സിൽ അടക്കി വച്ചുകൊണ്ട് നടന്നത് ഇതിനു വേണ്ടിയായിരുന്നടാ. ഈ ഒരു നിമിഷത്തിന് ഞങ്ങളുടെ അച്ഛൻ്റെ നെഞ്ചിൽ നീ കത്തി കയറ്റിയ അതേ സ്ഥലത്ത് നിന്നെ എത്തിക്കാൻ. അവൻ്റെ വാക്കുകൾക്ക് തീപിടിച്ചു. തന്തയ്ക്ക് പിറന്ന ഏതൊരു മകനും ഇങ്ങനെ തന്നെ ചെയ്തിരിക്കും. എങ്കിൽ തന്തയുടെ പിന്നാലെ നിന്നെയും ഞാൻ അയക്കാൻ പോവുകയാണ് പരലോകത്തേക്ക്. പറഞ്ഞതും പ്രകാശ് ചന്ദ്രൻ കൈവീശി മുന്നോട്ടെടുത്തു. ആ സെക്കൻഡിൽ മുകളിൽ നിന്ന് പാറകളിലൂടെ ചാടി ചാടി ഋഷികേശ് താഴെയെത്തി. ഒപ്പം ഒരു പാറച്ചീള് അവൻ വലിച്ചെറിഞ്ഞു. പ്രകാശ് ചന്ദ്രൻ്റെ കഴുത്തിന് പിന്നിൽ അത് ആഞ്ഞു പതിച്ചു. ഹാ! അവിടെ കൈ അമർത്തിക്കൊണ്ട് അവനൊന്ന് വട്ടം കറങ്ങി. കൈവിരലുകൾക്കിടയിലൂടെ രക്തത്തിൻ്റെ നരവ് പ്രകാശ് ചന്ദ്രൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ തൊട്ടരികിൽ ഋഷികേശും എത്തി. നീ പോലീസാകാൻ പോവുകയല്ലേ? ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സമാധാനം തകർക്കാൻ? നീയൊക്കെ കാക്കി അണിഞ്ഞാൽ ഞങ്ങളൊക്കെ പിന്നെ എന്തിനു ജീവിക്കുമെടാ? അലർന്നതിനിടയിൽ തന്നെ ഋഷികേശ് കുതിച്ചു ചാടി. വേദന മറന്ന പ്രകാശ് ചന്ദ്രൻ വെട്ടിയൊഴിഞ്ഞു. പിന്നെ കൈ ചുരുട്ടി ഒറ്റയിടി ഋഷികേശിൻ്റെ നെഞ്ചിൽ. ശ്വാസം നിലച്ചുപോയി ഋഷികേശിന്. എടാ! ധനുഷ് ചാടി വീണു. പക്ഷേ അവനെയും പ്രകാശ് ചന്ദ്രൻ ആക്രമിച്ചു. നിന്നെയൊക്കെ നേരിടാൻ എൻ്റെ ഒറ്റക്കൈ മതിയടാ. നിൻ്റെയൊക്കെ തന്തയുടെ ജീവനെടുത്ത ഈ കൈ. അവൻ തൻ്റെ വലത് കൈ വിടർത്തി കാണിച്ചു. പിന്നെ ഒറ്റപ്പിടുത്തം ധനുഷിൻ്റെ കഴുത്തിൽ. കശേരുക്കൾ നുറങ്ങും വിധം. ധനുഷ് വാ പിളർന്നു പോയി. ഉരുക്കു പോലെയുള്ള പ്രകാശ് ചന്ദ്രൻ്റെ കൈ വിടുവിക്കാൻ അവനായില്ല. പ്രകാശ് ചന്ദ്രൻ അവനെ പിന്നോട്ട് തള്ളിക്കൊണ്ടുപോയി ഒരു പാറയിൽ അമർത്തി. പിന്നെ കാലുയർത്തി അവൻ്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് അരയിൽ നിന്നൊരു കത്തി വലിച്ചെടുത്തു. അതവൻ ധനുഷിൻ്റെ നെഞ്ചിലേക്ക് താഴ്ത്താൻ ഭാവിച്ചു. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഋഷികേശ് കല്ല് ചേർത്ത് ഒറ്റയിടി. പ്രകാശ് ചന്ദ്രൻ്റെ ഇടതുകാല് ചേർത്ത്. അയ്യോ! അവൻ വേച്ചുപോയി. കത്തി പിടിവിട്ടു. കാതിൽ നിന്ന് കുടുകുടെ രക്തം കുതിച്ചു ചാറി. കഴുത്തിൽ തടവിക്കൊണ്ട് ധനുഷ് നിവർന്നു. തറയിൽ കിടരുന്ന കത്തി അവൻ എടുത്തു. വീണ്ടും ആക്രമിക്കാനഞ്ഞ പ്രകാശ് ചന്ദ്രൻ്റെ തുടയിൽ ഒറ്റ കുത്ത്. കത്തിമുന അസ്ഥിയിൽ ചെന്ന് തറഞ്ഞു. ധനുഷ് താഴേക്ക് ഒറ്റ വലി. കുഴച്ചക്ക കീറും പോലെ പാൻസും മാംസവും ഒന്നിച്ചു പിളർന്നു. അവിടെ ആദ്യം ഒരു വെളുത്ത വരയും പിന്നീട് ചോരച്ചാലും ദൃശ്യമായി. ആ! ഒരു കാട്ടുമൃഗത്തെ പോലെ പ്രകാശ് ചന്ദ്രൻ അലറി. അവനെ ഒരു പാറയിലേക്ക് ചവിട്ടി തള്ളിക്കൊണ്ട് ഋഷികേശ് ധനുഷിൻ്റെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി. അവൻ്റെ ഇരു തോളുകൾക്കും താഴെ കൈകളിൽ ഓരോ കുത്ത്. പ്രകാശ് ചന്ദ്രൻ വല്ലാതെ പിടഞ്ഞു. ഋഷികേശ് ക്രൂരമായി ചിരിച്ചു. കൊലപാതകം ഞങ്ങളുടെ ശീലമല്ലാതായിപ്പോയി. പക്ഷേ നീ ഇത് അർഹിക്കുന്നുണ്ട്. ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ അച്ഛന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് നന്ദികേടല്ലേടാ. പ്രകാശ് ചന്ദ്രൻ പല്ലുകൾ കടിച്ചു പിടിച്ച് വേദനയമർത്തി. ഋഷി! ധനുഷേ! ഞാനൊന്ന് പറയട്ടെ. അവൻ്റെ ചുണ്ടനങ്ങി. വേണ്ട, നീ ഒന്നും പറയണ്ട. ഞങ്ങൾ ചോദിക്കും. അതിന് കൃത്യമായ ഉത്തരം തരിക മാത്രമാണ് ഇന്ന് നിന്റെ കർമ്മം. ധനുഷ് അവൻ്റെ ഒരു കൈ ഉയർത്തി പാറയിൽ വെച്ച് ചവിട്ടിപ്പിടിച്ചു. ഞങ്ങൾ നിന്നെ ഒരു ഏട്ടനായി തന്നെയല്ലട പട്ടി കണ്ടിരുന്നത്. അതെ, പ്രകാശ് ചന്ദ്രൻ സമ്മതിച്ചു. ഞങ്ങളുടെ അച്ഛന് ഞങ്ങളെക്കാൾ സ്നേഹവും വിശ്വാസവും നിന്നോടല്ലായിരുന്നോടാ. അതെ, പ്രകാശ് ചന്ദ്രൻ തുപ്പൽ വിഴുങ്ങി. എന്നിട്ടും നീ? ഋഷികേശ് ഒറ്റ തുപ്പ് അവൻ്റെ മുഖത്ത്. SP അങ്കിളിനെ കൊന്നത് ആരാടാ? പ്രകാശ് ചന്ദ്രൻ മിണ്ടിയില്ല. ധനുഷ് ഒറ്റ കുത്തുകൂടി അവൻ്റെ ഇടത് കൈവെള്ളയിൽ. അയ്യോ വേണ്ട ധനുഷേ! അവൻ്റെ കൈപ്പത്തി വെട്ടി വിറച്ചു. ഞാൻ പറയാം. ഞാനാ പപ്പയെ കൊന്നത്. എന്തിന്? ശേഖരങ്ങളിനെ കൊന്നത് ഞാനാണെന്നറിഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാമെന്നായപ്പോൾ. കൊള്ളാം. ഋഷികേശും ധനുഷും പരസ്പരം നോക്കി. ശത്രു തന്തയാണെങ്കിലും നീ കൊല്ലും. അപ്പോൾ ഞങ്ങളെ വെറുതെ വിടുമോ? വിടും. എന്നെ വിട്ടേരെ. ഞാൻ നിങ്ങളുടെ മുന്നിൽ പോലും ഇനി വരില്ല. പ്രകാശ് ചന്ദ്രൻ യാചിച്ചു. ഇല്ലടാ, ഇല്ല. നീ വരും. ഞങ്ങൾക്കുറപ്പാ. എന്നാൽ അങ്ങനെ നീ വരുന്നത് ഒരിക്കലും പോലീസ് കുപ്പായത്തിൻ്റെ പിൻബലത്തിലായിരിക്കരുത്. ധനുഷ് ഋഷികേശിന് നേരെ തിരിഞ്ഞു. അംഗവൈകല്യമുള്ളവനെ പോലീസിൽ എടുക്കുമോടാ? ഇല്ല. എങ്കിൽ അതാവട്ടെ നമ്മൾ ഇവന് കൊടുക്കുന്ന അടുത്ത ശിക്ഷ. ഋഷികേശിന് കാര്യം മനസ്സിലായി. അവൻ പ്രകാശ് ചന്ദ്രൻ്റെ വലതു കാലിനടിയിലേക്ക് ഒരു പാറക്കല്ല് തള്ളിവെച്ചു. എന്നിട്ട് ചക്ക വലിപ്പത്തിലുള്ള മറ്റൊരു കല്ല് ആയാസപ്പെട്ട് ഉയർത്തി. ഋഷി, അരുത്! പ്രകാശ് ചന്ദ്രൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഋഷികേശ് പിടിവിട്ടു. കല്ല് വീണത് അവൻ്റെ കാൽമുട്ടിൽ. മുളന്തണ്ട് പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം. നടുവൊടിഞ്ഞ പാമ്പിനെ പോലെ പുളഞ്ഞുകൊണ്ട് പ്രകാശ് ചന്ദ്രൻ അലറിക്കരഞ്ഞു. ഇങ്ങനെ ഇട്ടേക്കാതെ എന്നെ അങ്ങ് കൊന്നേരുടെ പട്ടികളെ. പാടില്ല പ്രകാശേ, നീ ഇഴയണം. ഇത്രയും കാലം ചെയ്തതൊക്കെ കൂടെ കൂടെ ഓർക്കണം. ഇനി മരിച്ചിരുന്നെങ്കിലെന്ന് നീ ഓരോ നിമിഷവും കൊതിക്കണം. ഋഷികേശ് തിരിഞ്ഞു നടന്നു. ധനുഷ് കത്തി അവൻ്റെ മടിയിലേക്ക് തന്നെ ഇട്ടുകൊടുത്തു. പോലീസിൽ അറിയിച്ചു. ഞങ്ങളെ വല്ലതും അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിക്കല്ലേ നീയെ? നേരത്തെ നിനക്ക് അയച്ചു തന്നത് കൂടാതെ വേറെയും ക്ലിപ്പിങ്ങുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്.
അത് മതി ഞങ്ങൾക്ക് കോടതിയുടെ ആനുകൂല്യം കിട്ടാൻ. പിന്നെ ഇപ്പോൾ നിന്റെ തന്തയെ കൊന്നതടക്കമുള്ള നിന്റെ മൊഴികളും ഞങ്ങൾ ടേപ്പ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും കാണാം. നിന്റെ ഹെൽത്ത് ക്ലബിൽ പോയി ആരോഗ്യം വീണ്ടെടുത്ത് വയ്ക്കേ. ഋഷികേശിൻ്റെ പിന്നാലെ ധനുഷും നടന്നു. പെട്ടെന്ന് പ്രകാശ് ചന്ദ്രൻ്റെ ഫോൺ ശബ്ദിച്ചു. ഇടത് കൈകൊണ്ട് ബുദ്ധിമുട്ടി അവൻ അത് എടുത്തു. ഓടനാവട്ടം ശശാങ്കൻ. അറ്റൻഡ് ചെയ്തതും പ്രകാശ് ചന്ദ്രൻ നിലവിളിച്ചു, മുതലാളി വേഗം വാ. കൊട്ടേപ്പാറ പുതിയ മടയിൽ. അവൻ പൂർത്തിയാക്കും മുമ്പ് ധനുഷ് തിരിച്ചെത്തി. ഫോൺ തട്ടിപ്പറിച്ച് കാതിലമർത്തി. അവളെ കിട്ടിയില്ലേടാ? ശശാങ്കൻ്റെ ചോദ്യം. കിട്ടി. നിന്റെ പെണ്ണുപിള്ളയെ ഞാൻ അവിടെ കൂടെ കിടക്കുക. പറഞ്ഞതും അവൻ ഫോൺ ശക്തിയിൽ എറിഞ്ഞു. ഒരു പാറയിൽ തട്ടി അത് ചിതറി തെറിച്ചുപോയി. ആ ശബ്ദം വെടിവെച്ച പോലെയാണ് ശശാങ്കൻ്റെ കാതിൽ പതിഞ്ഞത്. കസേര പിന്നോട്ട് തള്ളി അയാൾ ചാടി എഴുന്നേറ്റു. CI ചക്രപാണിയും ഐസ്തംബിയും അടക്കം അയാളെ തുറച്ചു നോക്കി. എന്ത് പറ്റി മുതലാളി? അവരും പെട്ടെന്ന് എഴുന്നേറ്റു. വേഗം വരുന്നടാ, പ്രകാശിന് എന്തോ അപകടം. അയാൾ വെളിയിലേക്ക് ഓടി. ഒരു മിനിറ്റിനുള്ളിൽ ശശാങ്കൻ്റെ ഇന്നോവയും 2 സ്വിമോ വാനുകളും ബാറിന് മുന്നിൽ നിന്ന് പാഞ്ഞുപോയി. ആ സമയം ചന്ദ്രശേഖരുടെ വീട്ടിൽ ധനുഷിനെയും ഋഷികേശിനെയും കാത്ത് അസ്വസ്ഥതയോടെ നിൽക്കുകയായിരുന്നു കാവേരിയും ദക്ഷിണയും പ്രഫുല്ലകുമാറും. അവന്മാരെ എങ്ങോട്ടാടി പോയത്? കാവേരി സംശയത്തോടെ മകളെ നോക്കി. അമ്മ വണ്ടിയിൽ കയറിക്കോ, അവരിപ്പോഴും വരും. ദക്ഷിണ റോഡിലേക്ക് ശ്രദ്ധിച്ചു. വീടും പൂട്ടി വണ്ടിക്കരികിൽ നിൽക്കുകയാണ് എല്ലാവരും. ദക്ഷിണേ, കാവേരിയുടെ ഭാവം മാറി. അവരെ എവിടെയാണെന്ന് വേഗം പറഞ്ഞോ. ഇടയ്ക്കിടെ അവർ നിന്നെ വിളിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. അവർക്ക് ചോദ്യം പൂർത്തിയാക്കാൻ കഴിയും മുമ്പ് ദക്ഷിണയുടെ ഫോൺ റിങ് ചെയ്തു. അവൾ പെട്ടെന്ന് അത് അറ്റൻഡ് ചെയ്തു. വേഗം പോന്നോളൂ, ഞങ്ങൾ വഴിയിലുണ്ട്. ധനുഷിൻ്റെ തിരുക്കത്തിലുള്ള ശബ്ദം. അമ്മേ, അങ്കിളെ, വേഗം പോകാം, അവർ വഴിയിലുണ്ട്. പരിഭ്രമിക്കും പോലെ ദക്ഷിണ ഇന്നോവയിൽ കയറി. കാര്യം മനസ്സിലാകാതെ മറ്റുള്ളവരും. ഡ്രൈവർ ഇന്നോവ സ്റ്റാർട്ട് ചെയ്തു. കൊട്ടേപ്പാറയോട് അടുത്തെത്തുമ്പോൾ ഋഷികേശും ധനുഷും ഓടി വരുന്നുണ്ടായിരുന്നു. ഡ്രൈവർ ബ്രേക്ക് അമർത്തി. അവർ കയറി. വീണ്ടും വണ്ടി കുതിച്ചു. മെയിൻ റോഡിലേക്ക് ഇറങ്ങി വലത്തേക്ക് തിരിഞ്ഞ നിമിഷത്തിൽ മിന്നൽ പോലെ പാഞ്ഞെത്തിയ ഇന്നോവയും 2 സുമോകളും ഇടത്തേക്ക് വെട്ടിത്തിരിഞ്ഞു കുന്നു കയറാൻ തുടങ്ങി. അതവരാ, ശശാങ്കരും സംഘവും. ഋഷികേശ് മന്ത്രിച്ചു. എടാ, എന്താ ഉണ്ടായതെന്ന് പറ. കാവേരിക്ക് ഉത്കണ്ഠയേറി. പറയാം. ധനുഷ് ചിരിച്ചു. ആദ്യം നമ്മുടെ സെൽഫോണിലെ സിം കാർഡുകൾ നശിപ്പിക്കണം. അവൻ തന്നെ അവയെടുത്ത് ഓടിച്ചെറിഞ്ഞു. കാർ കൊട്ടാരക്കരയിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞു. അടൂർ റോഡിലേക്ക്. ഏനാത്തെത്തിയപ്പോൾ അതുവരെ നടന്നത്രയും ധനുഷും ഋഷികേശ് ചേർന്ന് പറയാൻ തുടങ്ങി. കാവേരിയുടെ പല്ലുകൾ ഞെരിഞ്ഞുകൊണ്ടിരുന്നു. എനിക്കും കൂടി അതൊന്ന് കാണണമായിരുന്നു, അവർ മന്ത്രിച്ചു. കോഴിക്കോട് ഇന്നോവ അവിടെ എത്തിയപ്പോൾ 5 മണി. രാത്രിയായതിനാൽ വിട്ടുപോരുകയായിരുന്നു. കാവേരിയും ദക്ഷിണയും ഉറക്കത്തിലാണ്. ധനുഷ് കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. പുറത്തു മഴ പെയ്യുന്നു. ക്രമേണ അതിന് ശക്തി കൂടി. ഗ്ലാസ്സിലെ വെള്ളം തുടച്ചു മാറ്റുവാൻ വൈപ്പറുകൾക്ക് കഴിയാത്ത അവസ്ഥ പോലെ. ഡ്രൈവർ മിടുക്കനായിരുന്നു. അയാളെ അതൊന്നും ബാധിച്ചില്ല. ഇടയ്ക്കിടെ എതിരെ മിന്നൽ വേഗത്തിൽ പാഞ്ഞു വരുന്ന പ്രൈവറ്റ് ബസ്സുകൾ. എന്തൊരു വേഗതയാ! കണ്ണു തുറന്ന ഋഷികേശ് മന്ത്രിച്ചു. ഇവിടെ ഇങ്ങനെ. ഡ്രൈവർ പിന്നോട്ട് തലതിരിച്ചു. നിങ്ങളുടെ നാട്ടിലേതുപോലെ പിന്നാലെ വരുന്ന ബസ്സിൻ്റെ ആളിനെ എടുക്കാൻ വേഗം കുറയ്ക്കില്ല. കോഴിക്കോട്ട് നിന്ന് 25 കിലോമീറ്റർ പിന്നിട്ടു ബാലുശ്ശേരിയിലെത്തിയപ്പോഴേക്കും വീണ്ടും മഴയ്ക്ക് ശക്തിയേറി. അതുകൊണ്ട് തന്നെ പിന്നെയും ഭൂമിയിൽ ഇരുട്ടു ബാക്കി നിന്നു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ധനുഷും ഋഷികേശും സ്ഥലങ്ങളുടെ പേരുകൾ അവ്യക്തമായി കണ്ടു. കൂരാച്ചുണ്ട്, കല്ലാനോട്. മുന്നിൽ മഴ കാരണം വേഗം കുറഞ്ഞത് ഒരു ഓട്ടോറിക്ഷ പോകുന്നുണ്ട്. ഡ്രൈവർ പെട്ടെന്ന് ഇന്നോവ ബ്രേക്കിട്ടു. ഗ്ലാസുകൾ ഉയർത്തിയിരുന്നതിനാൽ ഒരു ഇരമ്പൽ മാത്രമേ കേട്ടുള്ളൂ. കാവേരിയും ദക്ഷിണയും ഞെട്ടി ഉണർന്നു. ആ ക്ഷണം ഇന്നോവയുടെ ഇരുവശത്തു കൂടി 2 ബൈക്കുകൾ മുന്നിൽ കടന്നു. അവയിൽ മഴക്കോട്ടണിഞ്ഞ 2 പേർ വീതം. എന്തൊരു പോക്കാ ഇവന്മാര്! കാവേരി പറഞ്ഞതും അവർ നടക്കുന്നൊരു കാഴ്ച കണ്ടു. ബൈക്കിൻ്റെ പിന്നിലിരുന്നവർ നീണ്ട വാളുകൾ വലിച്ചെടുക്കുന്നു. പിന്നെ ഓട്ടോയ്ക്കുള്ളിലേക്ക് കൈനീട്ടി വെട്ടുന്നു. ഏയ്, എന്താ ഇത്? ധനുഷിൻ്റെ ഒച്ച ഇന്നോവയുടെ ഗ്ലാസുകൾക്കിൽ നിന്ന് പുറത്തു പോയില്ല. പെട്ടെന്ന് ഓട്ടോ നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങി. മഴയത്തുകൂടി ഓടിപ്പോയി. അടുത്ത നിമിഷം ബൈക്കുകളിൽ നിന്നു. പിന്നിലിരുന്നവർ വാളുകളുമായി ചാടിയിറങ്ങി. ആ നേരത്ത് ഓട്ടോയിൽ നിന്ന് ഒരാൾ പുറത്തു ചാടി. നരച്ച മുടിയുള്ള കഷണ്ടിക്കാരൻ. വെള്ളമുണ്ടും ഷർട്ടും വേഷം. അത് പണിക്കരി സാറാണല്ലോ. ഇന്നോവയുടെ ഡ്രൈവറുടെ ശബ്ദത്തിൽ ഞെട്ടൽ പടർന്നു. ഏത്? നമ്മൾ കാണാമെന്ന പച്ചക്കാട്ടിൽ വാസുദേവ പണിക്കരോ? പ്രഫുല്ലകുമാറിൻ്റെ സ്വരത്തിലും തണുപ്പ്. അതെ, അദ്ദേഹത്തെ രക്ഷിക്കണം. കാവേരി ആരോടുന്നില്ലാതെ പറഞ്ഞു. കേൾക്കാത്ത താമസം ഋഷികേശും ധനുഷും പുറത്തു ചാടി. മക്കളെ! കാവേരി പിന്നെയും എന്തോ പറയാനാഞ്ഞെങ്കിലും അത് ശ്രദ്ധിക്കാതെ ഇരുവരും ഓടിക്കഴിഞ്ഞു. ദക്ഷിണ ഞെട്ടിയിരുന്നു. വാസുദേവ പണിക്കരെ മുന്നിൽ നിന്നവൻ വെട്ടി. ഭാഗ്യത്തിന് വാൾ കൊണ്ടത് ഓട്ടോയുടെ റെക്സിനിലാണ്. അവനെ തള്ളിമാറ്റി മഴവെള്ളത്തിലൂടെ വാസുദേവ പണിക്കർ ഓടി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എതിർഭാഗത്തെ മിനി സ്റ്റേഡിയത്തിലേക്ക്. അവനെ വിടരുത്! ബൈക്കിൽ ഇരുന്നവരിൽ ഒരാൾ അലറി. നെല്ലടാ അവിടെ! ആയുധധാരികൾ പിന്നാലെ. അവർക്ക് പിന്നിൽ ബൈക്കുകളും അവിടേക്ക് ചീറിപ്പോയി. ഏറ്റവും പുറകിൽ ഋഷികേശും ധനുഷും. ഇന്നോവ കുറച്ചുകൂടി മുന്നോട്ട് നീക്കി നിർത്തിയിട്ട് ഡ്രൈവറും മഴത്തേക്ക് ചാടി. മിനി സ്റ്റേഡിയത്തിൽ അരയടിയോളം വെള്ളമുണ്ടായിരുന്നു. ഓടുന്നവരുടെ കാലുകൾക്ക് അടിയിൽ നിന്ന് ചുറ്റും വെള്ളം തെറിച്ചുകൊണ്ടിരുന്നു. ബൈക്കുകളുടെ പിൻചക്രങ്ങൾക്കിടയിൽ നിന്നും ഗ്രൈൻഡിംഗ് മെഷീനിൽ നിന്ന് തീ പാറുന്നതുപോലെ പിന്നോട്ട് വെള്ളം തെറിച്ചു. വാസുദേവ പണിക്കരും ആയുധധാരികളും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്നു.
ബൈക്കുകൾ ഇരുവശത്തു കൂടിയും അയാൾക്ക് മുന്നിൽ കടന്നു. പരസ്പരം ചേർന്ന് ബ്രേക്കിട്ടു. ഇനി ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി പണിക്കർ. നീ എനിക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കാൻ പോവുകയായിരുന്നു അല്ലടാ? ഈ വെളുപ്പം കാലത്ത്? ബൈക്കിൽ ഇരുന്നവരിൽ ഒരാൾ ചീറി. പണിക്കർ മുഖത്തു വീണ മഴത്തുള്ളികൾ കൈകൊണ്ട് വടിച്ചു മാറ്റി. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീയൊക്കെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ? വാസുദേവ പണിക്കർ കൈ ചൂണ്ടി. എൻ്റെ കഴുത്തിനു മീതെ തലയുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ലടാ. എൻ്റെ മോളെ ഒന്ന് തൊടാൻ പോലും. അതിന് നിന്റെ സമ്മതം ആർക്കു വേണമടാ ഭരതൻ പട്ടി? ചോദിച്ചതും ബൈക്കിലിരുന്ന ആൾ കാലുയർത്തി ഒറ്റ ചവിട്ട്. വാസുദേവ പണിക്കർ വെള്ളത്തിൽ മലർന്നു വീണു. വെള്ളം ഇരുവശത്തേക്കും തെറിച്ചു. വെട്ടടാ അവൻ്റെ കൽപ്പന. ഇവന് തലയുണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. ആയുധങ്ങളുമായി നിന്ന ഇരുവരും ഒരേ സമയം വാളുയർത്തി. ധനുഷും ഋഷികേശും ഓടിയെത്തി കഴിഞ്ഞിരുന്നു. ബൈക്കിൽ ഇരുന്നവരും ആയുധമേന്തിയവരും അവരെ കണ്ടു. ആരടാ നീയൊക്കെ? പറയാൻ നേരമില്ല ചേട്ടന്മാരെ, ഋഷികേശ് വിളിച്ചു പറഞ്ഞു. പിന്നാലെ ഓടിയെത്തിയ ഡ്രൈവർ കണ്ടത് ആയുധധാരികൾ തെറിച്ചു ചെന്ന് ബൈക്കിൽ ഇടിക്കുന്നതാണ്. അവരോടൊപ്പം ബൈക്കുകളും വെള്ളത്തിലേക്ക് മറിയുന്നതാണ്. മിന്നൽ പിണർ പോലെ ധനുഷും ഋഷികേശും മുന്നോട്ട് ചാടി ബൈക്കിൽ നിന്ന് വീണവർക്കും നേരെ. ഒരുവൻ ബൈക്കിന് അടിയിൽ പോയ കാൽ വലിച്ചൂരിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ധനുഷ് ഇടം കൈകൊണ്ട് ഹാൻഡിലിൽ പിടിച്ച് അല്പം ഉയർത്തി കൊടുത്തു. അവൻ കാൽ പിൻവലിച്ചു. ധനുഷ് ഒറ്റ ചവിട്ട് നെഞ്ചിൽ. അവൻ്റെ മുഖം വെള്ളത്തിൽ മുങ്ങി. ധനുഷ് കാൽ പിൻവലിച്ചില്ല. ഒരു വലിയ മത്സ്യം അടിച്ചു പിടയുന്ന പോലെ അവൻ കൈകാൽ അടിച്ചു പിടഞ്ഞു. ഋഷികേശ് രണ്ടാമനെ ആക്രമിച്ചു. ഓടിയെത്തിയ ഇന്നോവയുടെ ഡ്രൈവറും അവരുടെ പക്ഷം ചേർന്നു. സംഘട്ടനത്തിനിടയിൽ ഗ്രൗണ്ടിലെ വെള്ളം ഇളകി കലങ്ങി. ആയുധങ്ങൾ പിടിവിട്ടുപോയവർ അതെവിടെയെന്ന് തിരയുകയാണ്. കാൽ മാറ്റി ധനുഷ് മഴവെള്ളത്തിൽ കിടന്നവനെ പിടിച്ചുയർത്തി. വെളുപ്പം കാലത്ത് ഒരു പാവത്തിനെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേടാ കൊട്ടേഷൻ പട്ടികളെ? ഗർജിച്ചുകൊണ്ട് ധനുഷ് നനഞ്ഞ കൈപ്പത്തി ചേർത്ത് അവൻ്റെ കവിളടക്കം ഒന്നുകൂടി പൊട്ടിച്ചു. ഹാ! അവൻ്റെ മുഖം കോടിയതുപോലെയായി. പിന്നെ പല്ലുറുമ്മിക്കൊണ്ട് അവൻ ഭീഷണിപ്പെടുത്തി. നീയൊക്കെ സ്റ്റേറ്റുകാരന്മാരാണ് അല്ലേടാ? അതുകൊണ്ട് തന്നെ ഈ ദാദിലിനെ നിനക്കൊന്നും അറിയില്ല. ഇതോടെ തീർന്നു നിൻ്റെയൊക്കെ ജീവിതം. അവൻ തല കുടഞ്ഞു. മഴത്തുള്ളികൾ മുത്തുകൾ പോലെ ചുറ്റും ചിതറി. അവൻ്റെ കൂട്ടാളിയും വെട്ടിത്തിരിഞ്ഞ് ഋഷികേശ് നേർക്കു കൈ ചൂണ്ടി. അറിയാതെയാണെങ്കിൽ പോലും ഈ കിളവനെ രക്ഷിക്കാൻ ശ്രമിച്ച നീയൊക്കെ സ്വന്തം ശവക്കുഴിയാ തോണ്ടിയത്. കേട്ടോടാ സ്റ്റേറ്റുകാരാ? സ്റ്റേറ്റുകാരോ? ഋഷികേശും ധനുഷും പരസ്പരം നോക്കി. എന്നിട്ട് ഡ്രൈവർക്ക് നേരെ തിരിഞ്ഞു. എന്താ ചേട്ടാ ഇങ്ങനെ പറഞ്ഞാലേ? ഒരുത്തനെ പിടിച്ച് തള്ളിക്കൊണ്ട് ഡ്രൈവർ ചുണ്ടനക്കി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെക്കൻകാരാണെന്ന്. തെക്കനായാലും വടക്കനായാലും ഞങ്ങളുടെ അടി എങ്ങനെയുണ്ടെന്ന് നോക്കടാ. ഋഷികേശ് കൈച്ചുരുട്ടി ഒരിടി മുന്നിൽ നിന്നവൻ്റെ മൂക്കിനും നെറ്റിക്കും ഇടയിൽ. ബോധം മറന്നതുപോലെ അവൻ മറിഞ്ഞു കിടന്നിരുന്ന ബൈക്കിലേക്ക് വീണു. ആയാസപ്പെട്ട് അവർ ബൈക്കുകൾ ഉയർത്തി 4 പേരും കയറി. 2-3 വട്ടം ശ്രമിച്ചപ്പോഴാണ് അത് സ്റ്റാർട്ടായത്. മഴവെള്ളത്തിലൂടെ അവ കുതിച്ചു. പായുമ്പോഴും പിന്നിലിരുന്നവർ ധനുഷിൻ്റെയും ഋഷികേശിനെയും പകയോടെ നോക്കി. നിങ്ങളാരാ? വാസുദേവ പണിക്കർ അത്ഭുതത്തോടെ അവരോട് തിരക്കി. ഇപ്പോഴും നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ? സാറിനെ കാണാൻ വന്നവർ തന്നെ മറുപടി പറഞ്ഞത് ഡ്രൈവറാണ്. എന്നെയോ? പണിക്കർ നെറ്റിച്ചുളിച്ചു. ഉവ്വ്, അങ്ങ് കൊട്ടാരക്കരയെന്ന് പ്രഫുല്ലൻ സാറ്. ഓ മനസ്സിലായി. അയാൾ കുട്ടികളുടെ തോളിൽ തട്ടി. നന്ദിയുണ്ട് കേട്ടോ. ധനുഷ് ഋഷികേശും മുഖത്തെ വെള്ളം വടിച്ചു കളഞ്ഞു. നേരം നന്നായി പുലർന്നു കഴിഞ്ഞിരുന്നു. ഇപ്പോഴാണ് അവർ ശരിക്കും ആ മിനി സ്റ്റേഡിയം കാണുന്നത്. സ്റ്റേഡിയത്തിന് ചുറ്റും ഗാലറികളുണ്ട്. അതിൻ്റെ തുറന്നു കിടന്നിരുന്ന പഴയ ഗേറ്റ് വഴിയാണ് തങ്ങൾ അകത്ത് കടന്നത്. ആ നേരത്ത് ഒന്നും കണ്ടിരുന്നില്ല. വരൂ പോകാം. പണിക്കർ അവരെയും കൂട്ടി പുറത്തേക്ക് നീങ്ങി. അവർ വന്ന വണ്ടിയിൽ പണിക്കരും കയറി. സ്കൂൾ മതിലിനോട് ചേർന്ന് ഓട്ടോ ഡ്രൈവർ ഭയന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. വീണ്ടും യാത്ര. അതിനിടെ പ്രഫുല്ലകുമാർ പണിക്കർ സാറിനെ എല്ലാവരെയും പരിചയപ്പെടുത്തി. റോഡിന് ഇടതുവശത്ത് കക്കയം ഡാമിൻ്റെ താഴ്വാരത്തെ റിസർവോയർ. ഇടയ്ക്കിടെ മരങ്ങൾ നിറഞ്ഞ തുരുത്തും ചുറ്റും വെള്ളക്കെട്ടും. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? മഴയിലൂടെ കാഴ്ച കണ്ടിരുന്ന ദക്ഷിണ തിരക്കി. തോണിക്കടവ്, പണിക്കർ പറഞ്ഞു. നല്ല സ്ഥലം. അതെ, വളരെ നല്ല സ്ഥലം. അല്പം മുമ്പ് കണ്ടല്ലോ. ധനുഷ് അവളെ പരിഹസിച്ചു. മഴ നനഞ്ഞ് അവനും ഋഷികേശും വിറയ്ക്കുന്നുണ്ടായിരുന്നു. നല്ല സ്ഥലം തന്നെയാ ധനുഷേ, പണിക്കർ അവനെ തിരുത്തി. വിദ്യാഭ്യാസമുള്ള മനുഷ്യരെവിടെ, കൂടുതലും പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും കോട്ടയത്തും ഒക്കെയുള്ളവർ. കുടിയേറ്റക്കാരാ ഭൂരിഭാഗവും. ഞാനും ഒരു ഏറ്റുമാനൂർക്കാരനാ. പണിക്കർ ദീർഘമായി നിശ്വസിച്ചു. അയാളുടെ കണ്ണുകൾ മലനിരകളിലേക്ക് നീണ്ടുപോയി. പക്ഷെ എന്തു ചെയ്യാം, എല്ലാ സ്ഥലത്തും കാണുമല്ലോ നേരത്തെ കണ്ട സ്വഭാവക്കാരെ. ശരിക്കും എന്താ പണിക്കർ സാറേ കാര്യം? പ്രഫുല്ലകുമാർ അയാൾക്ക് നേരെ തിരിഞ്ഞു. സാറ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും. പണിക്കരുടെ മുഖമൊന്ന് വിളറി. ഒക്കെ പറയാം വിശദമായിട്ട്. വീട്ടിൽ ചെല്ലട്ടെ. ഇന്നോവ ഓടിക്കൊണ്ടിരുന്നു. കക്കയം ജംഗ്ഷൻ. അവിടെ നിർത്ത്, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം. പണിക്കർ റോഡിന് ഇടതുവശത്തുള്ള പിടി ഹോട്ടലിന് നേർക്ക് കൈ ചൂണ്ടി. ഇന്നോവ നിന്നു. മുന്നിലെ നാൽക്കവലയിൽ കോഴിക്കോട് കക്കയ റൂട്ടിലോടുന്ന യുണൈറ്റഡ് ബസ് കടന്നിരുന്നു. ബസ് യാത്ര ഇവിടെ വരെയുള്ളൂ. പണിക്കർ ഡോർ തുറന്നിട്ട് ഹോട്ടൽ വരാന്തിലേക്ക് കയറി. പിന്നാലെ മറ്റുള്ളവരും. ദേ നേരെ കാണുന്ന ആ റോഡിലെ അതുവഴി 14 കിലോമീറ്റർ മല കയറിയാൽ കക്കയം ഡാമിലെത്തും, പണിക്കർ അറിയിച്ചു. ഏത്?
അടിയന്തരാവസ്ഥ കാലത്ത് വിപ്ലവമുണ്ടാക്കിയ രാജൻ കൊലക്കേസ് നടന്ന സ്ഥലമോ? കാവേരിക്ക് വിസ്മയം. അത് തന്നെ. എല്ലാവരും കുന്നിലേക്ക് നോക്കി. അതിൻ്റെ മുകളറ്റം കാണാനേ വയ്യ. മഞ്ഞോ ആകാശമോ ലോകം അവിടെ അവസാനിക്കുന്നത് പോലെ. മഴ ശമിച്ചു തുടങ്ങി. ബഷീറെ, ചായ വേണം. പണിക്കർ ഹോട്ടലിനുള്ളിലേക്ക് കയറി. കൗണ്ടറിലിരുന്ന ആൾ തലയുയർത്തി. പണിക്കർ സാറേ, എന്താ ഇത്ര രാവിലെ? ആകെ നനഞ്ഞിട്ടുണ്ട്. ബഷീർ പെട്ടെന്ന് എഴുന്നേറ്റു. പണിക്കരുടെ തോളിന് മുകളിലൂടെ പിന്നിലുള്ളവരെ ശ്രദ്ധിച്ചു. ആരവരൊക്കെ? എൻ്റെ ബന്ധുക്കളാ. നാട്ടിൽ നിന്നാ? ആ. കൂടുതലൊന്നും പറയാതെ ഒരു കസേര വലിച്ചിട്ടിരുന്നു. സ്റ്റേറ്റുകാരന്മാരാ, ഋഷികേശ് കൂട്ടിച്ചേർത്തു. ബഷീർ അടക്കം എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ചൂട് ചായ മുന്നിലെത്തി. തണുപ്പിൽ അതിനൊരു പ്രത്യേക സ്വാദുണ്ടായിരുന്നു. പണം നൽകിയത് പണിക്കരാണ്. തൊട്ടടുത്ത് തന്നെയായിരുന്നു അയാളുടെ വീട്. ജാതിത്തോട്ടത്തിന് നടുവിൽ പഴയ മാതൃകയിൽ നിർമ്മിച്ച ഒറ്റനില വീട്. മുറ്റത്ത് വണ്ടി നിന്നപ്പോൾ തന്നെ വീടിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. വെളുത്ത കുലീനയായ ഒരു സ്ത്രീ. സാരിയാണ് വേഷം. പരിചയഭാവത്തിൽ അവൾ പ്രഫുല്ലകുമാറിനെ നോക്കി ചിരിച്ചു. അങ്കിൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ? ദക്ഷിണയ്ക്ക് സംശയം. ഒരു വട്ടം. പണിക്കരി സാറിൻ്റെ അനുജനും ഞാനും ഒരേ സ്ഥലത്താ. കുസുമം, ഇവരെ അകത്തേക്ക് കൊണ്ടുപോ. കുട്ടികൾ നനഞ്ഞിട്ടുണ്ട്. അവർക്ക് കുളിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്ക്. ഭാര്യയോട് പറഞ്ഞിട്ട് പണിക്കർ വീടിൻ്റെ പിന്നിലേക്ക് പോയി. വരൂ. കുസുമ വാതിൽ ഒഴിഞ്ഞു നിന്നിട്ട് അവരെ ക്ഷണിച്ചു. അടുക്കും ചിട്ടയുമുള്ള ഹാൾ. മുറികൾ ഏറെയുള്ള വീടാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമായി. ദാ അവിടെയാണ് ബാത്റൂം, കുസുമ കുട്ടികളോട് പറഞ്ഞു. പിന്നെ മറ്റുള്ളവർക്ക് കൈ കസാരയിലേക്ക് ആംഗ്യം കാട്ടി. നിങ്ങളും ഇരിക്കീൻ. അവർ തടിക്കസാരകളിൽ ഇരുന്നു. ഋഷികേശും ധനുഷും കുളിക്കാനായി പോയി. ആ സമയത്ത് കരികണ്ടൻ പാറയിൽ എത്തിയിരുന്നു ദാദിലും സംഘവും. ഇറക്കമിറങ്ങി അവർ ഇടതുവശത്തെ തടിഗേറ്റിന് മുന്നിൽ ബൈക്ക് നിർത്തി. ഗേറ്റിന് മുകളിൽ തടിയിൽ തീർത്ത ഒരു കമാനം. കരികണ്ടൻ റെസ്റ്റോറൻറ്റ് ആൻഡ് AC ഏറുമാടമെന്ന് അതിൽ എഴുതി വച്ചിരുന്നു. കുട പിടിച്ചുകൊണ്ട് വാച്ചർ ഓടി വന്ന് ഗേറ്റ് തുറന്നു. എന്താണ് ഇത്ര താമസം? ദാദിൽ അയാളെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് ബൈക്ക് മുന്നോട്ടെടുത്തു. ചെരിഞ്ഞ പ്രദേശത്തിന് ഇരുവശത്തും മൺകുടിലുകൾ നിർമ്മിച്ചിരുന്നു. റോഡ് സൈഡിലാണ് റെസ്റ്റോറൻറ്റ്. താഴെ മരങ്ങൾക്ക് മുകളിൽ ഏറുമാടങ്ങൾ. ബൈക്കുകൾ നിന്നു. ചില കുടിലുകൾക്ക് മുന്നിൽ വില കൂടിയ കാറുകൾ. ചുറ്റും നോക്കിക്കൊണ്ട് ദാദിലും സംഘവും ചാടിയിറങ്ങി. 40 അടി ഉയരത്തിലുള്ള ടീ ഹൗസിലേക്ക് പോകുവാൻ മുകൾ തട്ടിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് പടികളുണ്ടാക്കിയിരുന്നു. അവർ അതിലൂടെ ചാടിക്കയറി. ഏറുമാടം വല്ലാതെ കുലുങ്ങി. ദാദിൽ വാതിൽ പുറത്തേക്ക് വലിച്ചു തുറന്നു. അകത്തേക്ക് കാൽ വെച്ചതും മഴക്കോട്ട് വലിച്ചുവരി പുറത്തേക്ക് എറിഞ്ഞു. പിന്നെ പ്ലൈവുഡ് ഭിത്തിയിൽ തൂക്കിയിരുന്ന കണ്ണാടിയിലേക്ക് നോക്കി. ഞെട്ടിപ്പോയി. നീര് വന്ന് വീർത്ത തൻ്റെ മുഖം കീഴ്ചുണ്ട് പൊട്ടി പിളർന്നിരിക്കുന്നു. ഷിറ്റ്! അവൻ ടീപ്പോയിൽ കൈ ചുരുട്ടിയിടിച്ചു. അതിലിരുന്ന മദ്യക്കുപ്പിയും ഗ്ലാസുകളും തടിത്തട്ടിലേക്ക് ചിതറി വീണു. ദാദിൽ, ഞാനൊന്ന് പറയട്ടെ? ഒപ്പം വന്നവരിൽ ഒരാൾ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്ത് പറയാൻ? അവൻ്റെ ശബ്ദം ഏറുമാടത്തിൽ മുഴങ്ങി. പിന്നിൽ നിന്നയാൾ പെട്ടെന്ന് വാതിലടച്ചു. ദാദിലിൻ്റെ ശബ്ദം വീണ്ടും ചീറി. നിങ്ങൾ 2 പേർ മാത്രം മതിയെന്നും പറഞ്ഞു വാളും എടുത്തുകൊണ്ട് വന്നിട്ടല്ലേ? അല്ലെങ്കിൽ നല്ല ഒന്നാന്തരം കുണ്ടന്മാരെ ഞാൻ ഈ പണി ഏൽപ്പിക്കില്ലായിരുന്നോ? ആർക്കും മറുപടിയില്ല. ദാദിൽ അലമാര വലിച്ചു തുറന്നു. അതിൽ നിന്ന് ശിവാശ്രീകളുടെ ഒരു ബോട്ടിലെടുത്ത് തുറന്ന് വായിലേക്ക് കമഴ്ത്തി. 2 കവിൾ ഇറക്കിയിട്ട് മദ്യക്കുപ്പി ശക്തിയിൽ തീപ്പോയിൽ വെച്ചിട്ട് പുറം കൈകൊണ്ട് ചുണ്ടു തുടച്ചു. അപ്പോൾ ചുണ്ട് വല്ലാതെ നീറി. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ഈ സെറ്റപ്പ് ഉണ്ടാക്കിയത് പപ്പയ്ക്കൊട്ട് ഇഷ്ടമായിട്ടില്ല. അതിൻ്റെ കൂടെ ഈ വിവരം അറിഞ്ഞാൽ? അറിയില്ലെന്നേ, ഒരാൾ പറഞ്ഞു. എങ്ങനെ അറിയാതിരിക്കും? എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ പോരെ? എങ്ങനെ ഞാൻ ഇനി കോളേജിൽ പോകും? മറ്റുള്ളവർ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അതിനാർക്കും ഉത്തരമില്ല. അസ്വസ്ഥനായി ദാദിൽ കിടക്കയിലിരുന്നു. എനിക്കറിയാം എന്തു വേണമെന്ന്. ഇനി അവൾക്കും അവിടെ തന്തയ്ക്കും മാപ്പില്ല. അവൻ സെൽഫോൺ എടുത്ത് നമ്പറുകളിൽ കുത്തി. താഴ്വാരത്തെ പൊടിപ്പൂര് ശിവക്ഷേത്രത്തിൽ കതിനയുടെ ശബ്ദം കേട്ടു. ധനുഷും ഋഷികേശും കുളി കഴിഞ്ഞു. വേഷം മാറി ഹാളിലെത്തി. വാസുദേവ പണിക്കരും കുളി കഴിഞ്ഞെത്തി. നിങ്ങൾക്ക് ഏർപ്പാടാക്കിയ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കാപ്പി കുടിക്കാം. കുസുമ കാവേരിയെയും മറ്റും ക്ഷണിച്ചു. അവർ ഡൈനിങ് റൂമിലെത്തി. തീൻ മേച്ചലി പാലപ്പവും ചിക്കൻ കറിയും നിരത്തിയിരുന്നു. അവർ ഇരുന്നു. മോളെ, കുസുമ അപ്പുറത്തെ വാതിൽക്കിലേക്ക് നോക്കി വിളിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. അവിടെ വസ്ത്രം ഉരയുന്ന ശബ്ദമാണ് ആദ്യം കേട്ടത്. പിന്നെ കണ്ടു ചന്ദന വിഗ്രഹത്തിന് ജീവൻ വച്ചതുപോലെ ഒരു രൂപം. ഉദയസൂര്യൻ്റെ മുഖം പോലെ. ധനുഷ് അറിയാതെ വാ പിളർന്നു പോയി. ഋഷികേശ് അവനെ ഒന്ന് തോണ്ടിക്കൊണ്ട് കാതിൽ മന്ത്രിച്ചു. വായടക്കടാ. ധനുഷ് വായടച്ചു. വാതിൽ കടന്നു വന്ന സുന്ദരി പെൺകുട്ടി അപരിചിതരെ കണ്ട് ഒന്ന് പരിങ്ങി. പിന്നെ കുസുമത്തിൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു. ഞങ്ങളുടെ ഏക മകളാ. ഇപ്പോൾ +2 കഴിഞ്ഞു, കുസുമ അറിയിച്ചു. പിന്നെ അവൾക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി. അവളും എല്ലാവരെയും ഒന്ന് നോക്കി. ധനുഷിൻ്റെ നോട്ടം കണ്ട് ഒന്ന് പുരികം ചുളിക്കുകയും ചെയ്തു. എന്താ ചേച്ചിയുടെ പേര്? ദക്ഷിണത്തിലേക്ക്. പ്രത്യക്ഷ. മന്ത്രിക്ക് പോലെ അവൾ പറഞ്ഞു. അപ്പോൾ ആ ചുവന്ന ചുണ്ടുകൾക്കുള്ളിൽ തിളങ്ങുന്ന പല്ലുകൾ ധനുഷ് കണ്ടു. ഋഷികേശ് പിന്നെയും അവനെ നുള്ളി. വായും പൊളിച്ചിരിക്കാതെ കഴിക്കടാ. ദക്ഷിണയും സൂത്രത്തിൽ ഏട്ടനെ നോക്കി ഒന്ന് തലയാട്ടി. അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പ്രത്യക്ഷയുടെ സാന്നിധ്യം തന്നെ ധനുഷിന് ഉന്മേഷമേകി. പ്രത്യക്ഷ കഴിക്കുന്നില്ലേ? അവൻ ചോദിച്ചു പോയി. മറ്റുള്ളവർ അവനെ തുറിച്ചു നോക്കി. ചമ്മലോടെ അവൻ പാത്രത്തിലേക്ക് നോട്ടം നട്ടു. അതിനിടെ പ്രത്യക്ഷയുടെ ശബ്ദം കേട്ടു. കഴിച്ചോളാം. പെട്ടെന്ന് ഷെൽഫോണിൽ ശബ്ദിക്കുന്നത് കേട്ടു. ആരാണെന്ന് നോക്കുമോളെ? വാസുദേവ പണിക്കർ നിർദ്ദേശിച്ചു.
പ്രത്യക്ഷ ഫോൺ എടുത്ത് നമ്പർ നോക്കി. പെട്ടെന്ന് നെറ്റിയിൽ പാമ്പ് കൊത്തിയതുപോലെ അവൾ നടുങ്ങി. ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് തിരിഞ്ഞൊരോട്ടം. കാവേരിയും മക്കളും വീഴ്ചിരുന്നു. പിന്നെ അവർക്ക് കഴിക്കാൻ തോന്നിയില്ല. കുസുമത്തിൻ്റെ മുഖത്തും ഒരു വിളർച്ച അവർ കണ്ടു. പ്രത്യക്ഷയുടെ കാര്യമായിരിക്കും ബൈക്കിൽ വന്നവർ പറഞ്ഞതെന്ന് ധനുഷ് ഓർത്തു. എങ്കിലിനി നിങ്ങളുടെ വീട്ടിലേക്ക് പോയാലോ? ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റതും പണിക്കർ തിരക്കി. പോകാം, പ്രഫുല്ലകുമാർ സമ്മതിച്ചു. 2 വീടുകൾക്കപ്പുറത്തുള്ള ഒരു വാർക്ക കെട്ടിടം. ഒറ്റ നോട്ടത്തിൽ തന്നെ കാവേരിക്കും മക്കൾക്കും അത് ഇഷ്ടമായി. 3 കിടപ്പുമുറികളും ഹാളും അടുക്കളയും സിറ്റൗട്ടും ഒക്കെയുണ്ട്. ആവശ്യത്തിനുള്ള ഫർണിച്ചറുകൾ പ്രഫുല്ലകുമാർ അവിടെ ഏർപ്പാടാക്കിയിരുന്നു. അരമതിൽ കെട്ടിയ മുറ്റം, അതിനപ്പുറം 4 ഭാഗത്തും ജാതിത്തോട്ടമാണ്. കാവേരി, അടുക്കളയിൽ പല വ്യഞ്ജനങ്ങളും പച്ചക്കറിയും മത്സ്യവും ഒക്കെയുണ്ട്. ഉച്ചയൂണ് നിങ്ങൾ ഇവിടെ ഒരുക്കുന്നോ അതോ ഞാൻ വീട്ടിലുണ്ടാക്കാൻ പറയണോ? വാസുദേവ പണിക്കർ പോകാനായി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ഇവിടെ ഉണ്ടാക്കിക്കോളാം സാറേ. കാവേരിയും വാതിൽക്കിലേക്ക് ചെന്നു. ശരി, പിന്നെ കാണാം. പണിക്കർ പോയി. പാവം, കാവേരി മന്ത്രിച്ചു. അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പ്രഫുല്ലകുമാർ മൂളി. ഒരു ദിവസം കഴിഞ്ഞു. അവിടുത്തെ ജീവിതമായി കാവേരിയും മക്കളും വളരെ വേഗം പൊരുത്തപ്പെട്ടു. നല്ല തണുപ്പുള്ള അന്തരീക്ഷം. നാളെ ഞാൻ മടങ്ങും. രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഫുല്ലകുമാർ അറിയിച്ചു. ഇത്ര വേഗമോ? ഒരാഴ്ചയെങ്കിലും കൂടി കഴിഞ്ഞു മതി അങ്കിളെ. ദക്ഷിണ അയാളുടെ അടുത്ത് ചെന്നിരുന്നു. അത് പോരാ മോളെ, ഇടയ്ക്ക് ഞാൻ വരാം. ഉച്ചയ്ക്ക് മുമ്പ് പ്രത്യക്ഷ അവിടേക്ക് വന്നു. അവളെ കണ്ടതും ധനുഷിൻ്റെ ചോരയോട്ടത്തിന് വേഗതയേറി. അവൻ എന്തോ ചോദിക്കു മുമ്പ് ദക്ഷിണ ഓടിയെത്തി പ്രത്യക്ഷയുടെ കരം കവർന്നു. വാ ചേച്ചി. പിന്നെ അവൾ ധനുഷിനെ നോക്കി ഒന്ന് തലയാട്ടി. അല്ല മോളോ? കാവേരിയും അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു. പ്രഫുല്ലകുമാറോ ഋഷികേശും പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് പുതിയ സിം കാർഡുകൾ വാങ്ങാൻ. ഇന്നുച്ചയ്ക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലാണ് ആഹാരമെന്ന് പറയാൻ അമ്മ പറഞ്ഞു. പ്രത്യക്ഷ കാവേരിയോട് പറഞ്ഞു. ദക്ഷിണ പ്രത്യക്ഷയെ കൂട്ടി അപ്പോഴേക്കും തൻ്റെ മുറിയിലേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. പ്രഫുല്ലകുമാറും ഋഷികേശും മടങ്ങിയെത്തി. ഉച്ച വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു വാസുദേവ പണിക്കരുടെ വീട്ടിൽ ഒരുക്കിയിരുന്നത്. എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചു. ധനുഷിനെ പ്രത്യക്ഷയുടെ മുഖത്തു നിന്ന് കണ്ണുകൾ പിൻവലിക്കാനേ തോന്നിയില്ല. ഭക്ഷണശേഷം എല്ലാവരും സിറ്റിംഗ് റൂമിൽ ഒത്തുകൂടി. കൊട്ടാരക്കരയിലെയും കക്കയത്തെയും വിശേഷങ്ങൾ കൈമാറി. അതിനിടെ പ്രഫുല്ലകുമാർ തിരക്കി. പണിക്കരി സാറേ, ഇന്നലെ ആ സംഭവം നടന്നതിൻ്റെ കാര്യം ഇതുവരെ പറഞ്ഞില്ല. ഞങ്ങളോട് പറയുന്നതിൽ വിരോധമില്ലെങ്കിൽ? വാസുദേവ പണിക്കരുടെ മുഖത്ത് ആത്മനിന്ദ കലർന്ന ഒരു ചിരിയുണ്ടായി. കുസുമത്തിൻ്റെയും പ്രത്യക്ഷയുടെയും മുഖങ്ങളും മ്ലാനമായി. പണിക്കർ ടീപ്പോയിൽ കിടന്നിരുന്ന പത്രമെടുത്ത് വെറുതെ അതിലേക്ക് നോക്കിക്കൊണ്ട് ചുണ്ടനക്കി. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രഫുല്ല. ഇപ്പോൾ മറ്റാരേക്കാളും എനിക്ക് കടപ്പാടും വിശ്വാസവും നിങ്ങളെ തന്നെയാ. അതുകൊണ്ട് ഒന്നും ഒളിക്കാനുമില്ല. പണിക്കർ ദീർഘനിശ്വാസം വിട്ടു. ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണ് ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഇലക്ഷനിൽ ജയിച്ചത്. ഇരുകൂട്ടർക്കും തുല്യ പങ്കാളിത്തം വന്നപ്പോൾ സ്വാഭാവികമായും ഞാൻ ഒരു പക്ഷം ചേർന്ന് പ്രസിഡന്റായി. പക്ഷേ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്നെ മത്സരിപ്പിക്കണമെന്ന് ഇരുപക്ഷവും ചിന്തിക്കുന്നുമുണ്ട്. അതുപോട്ടെ, ഇന്നലത്തെ സംഭവത്തിലേക്ക് വരാം. പണിക്കർ അത്രയും പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എഴുന്നേറ്റ് അപ്രത്യക്ഷ അകത്തു മറിഞ്ഞു. മറ്റുള്ളവർ അത് ശ്രദ്ധിച്ചു. കുസുമത്തിനെ ഒന്ന് നോക്കിയിട്ട് പണിക്കർ തുടർന്നു. പ്രത്യക്ഷ +2 പഠിക്കുമ്പോൾ കോളേജ് വിദ്യാർത്ഥിയായ ദാദിലുമായി അടുപ്പമുണ്ടായി പോലും. ഇന്നലെ എന്നെ കൊല്ലാൻ വന്നവരിൽ ഒരാൾ അവനായിരുന്നു. കാവേരിയും മക്കളും ഒന്ന് ഞെട്ടി. ധനുഷും ഋഷികേശും അവൻ്റെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പണിക്കരുടെ ശബ്ദം അവരെ ഉണർത്തി. ഇപ്പോൾ നിരന്തര ശല്യമാണ് ദാദിൽ. അവൻ വിളിക്കുന്നിടത്തൊക്കെ എൻ്റെ മകൾ ചെല്ലണമെന്ന്. അവളുടെ ഏതോ ഫോട്ടോ അവൻ്റെ പക്കലുണ്ടെന്ന്. ചെന്നില്ലെങ്കിൽ അതവൻ ഇൻ്റർനെറ്റിലിടുമെന്ന്. വാസുദേവ പണിക്കരുടെ ശബ്ദം ചിലമ്പി. ഋഷികേശും ധനുഷും പരസ്പരം നോക്കി. സങ്കടത്തോടെ പണിക്കർ ബാക്കി പറഞ്ഞു. ഈ വീട്ടിൽ വരെ വന്ന് അവൻ ഭീഷണിപ്പെടുത്തി. പോലീസിൽ അറിയിച്ചാൽ കൊല്ലുമെന്ന് പറഞ്ഞു. പുറത്ത് ആരോടും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കൂടെ നിൽക്കുന്നവർ ആയാൽ പോലും അത്തരമൊരു ഫോട്ടോ കാണണമെന്ന് വിചാരിച്ചാലോ? മാത്രമല്ല, ജനം അറിഞ്ഞാൽ എൻ്റെ മകൾക്കുണ്ടാകുന്ന നാണക്കേട്. അതുകൊണ്ട് വെളുപ്പിന് ഞാൻ കൂരാച്ചുണ്ട് SIയെ പോയി കണ്ടിട്ട് വരുന്ന വഴിയായിരുന്നു ഇന്നലെ. പണിക്കർ ഒന്ന് നിർത്തി. വിശ്വസ്തരായ ആരെങ്കിലും സാറിനെ സഹായിക്കില്ലേ? ചോദിച്ചത് കാവേരിയാണ്. ഇക്കാര്യത്തിൽ അവരൊക്കെ നിസ്സഹായരാകുമെന്ന് എനിക്കറിയാം. എന്തു ചെയ്യാൻ മടിക്കാത്തവനാണ് ഈ ദാദിൽ. കുസുമ ഇടയ്ക്ക് കയറി പറഞ്ഞു. അത്രയ്ക്ക് ക്യാമറാണോ അവൻ? ധനുഷ് കസേരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു. അതെ, വേണ്ടതിലധികം പണമുണ്ട്, പിടിപാടും. അവൻ്റെ അച്ഛന് ബാലുശ്ശേരിയിൽ ഹൈപ്പർ മാർക്കറ്റും കണക്കറ്റ ഭൂസ്വത്തും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും. പഴയ 500, 1000 നോട്ടുകൾ നിരോധിച്ചപ്പോൾ 50 കോടിയുടെ കള്ളപ്പണം അയാൾ കത്തിച്ചു കളഞ്ഞെന്നാണ് പറയപ്പെടുന്നത്. എന്തിന്, ഈ ചെറുപ്രായത്തിൽ ദാദിലിനുമുണ്ട് റിസോർട്ടും മറ്റും. അവനും എന്തിനും മടിയില്ലാത്ത കൂട്ടുകാരും അവിടെയാ. പണിക്കർ നിറഞ്ഞു വരുന്ന തൻ്റെ കണ്ണുകൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ ശ്രമിച്ചു. പണിക്കര് സാറേ, ധനുഷ് സംസാരിച്ചു. ഇക്കാലത്തെ ഏറ്റവും വലിയ ഭീഷണിയാണ് പെൺകുട്ടികളുടെ ചിത്രം നെറ്റിൽ പ്രദർശിപ്പിക്കുമെന്ന പ്രചാരണം. അപമാന ഭീതി മൂലം ഒരുപാട് രക്ഷിതാക്കളും പെൺകുട്ടികളും ആ ഭീഷണിക്ക് വഴങ്ങുന്നു. അതുതന്നെയാണ് ഇത്തരക്കാരുടെ ശക്തി. ഒരുപക്ഷെ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടാവാം. അത് അറിയാതെ സംഭവിച്ചതുമാകാം. സാറ് പ്രത്യക്ഷയെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ, ഞാൻ ചോദിക്കട്ടെ. വാസുദേവ പണിക്കർ ഒന്ന് മടിച്ചു. കാവേരിയും നിർബന്ധിച്ചു. വിളിക്ക് സാറേ. മോളെ ഇങ്ങോട്ട് വരൂ, പണിക്കർ വിളിച്ചു. കുനിഞ്ഞ ശിരസ്സോടെ പ്രത്യക്ഷ എത്തി. ധനുഷ് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നീങ്ങി. ഞങ്ങളിവിടെ പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ?
പ്രത്യക്ഷ തലയാട്ടി. ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായ ഉത്തരം തരുമോ? പ്രത്യക്ഷ മിണ്ടിയില്ല. ധനുഷ് തിരക്കി. കുട്ടിക്ക് ഈ പറഞ്ഞ ദാദിലിനോട് പ്രേമമുണ്ടായിരുന്നോ? അവൾ മുഖമുയർത്തി കത്തുന്ന കണ്ണുകളോടെ അവനെ നോക്കി. എല്ലാവരും ഇരിക്കുന്നു എന്നൊന്നും വിചാരിക്കണ്ട. കുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പൊറുക്കാനും മറക്കാനും ഒരുക്കമാണ് മാതാപിതാക്കൾ. അല്ലേ പണിക്കർ സാറേ? അവൻ അയാൾക്ക് നേരെ തിരിഞ്ഞു. അതെ, പണിക്കർ സമ്മതിച്ചു. നീ തുറന്നു പറഞ്ഞ മോളെ. ഒരു നിമിഷം കൂടി മിണ്ടാതെ നിന്നിട്ട് പ്രത്യക്ഷ ചുണ്ടനക്കി. ഒരിക്കലൊരു ഫോട്ടോ കൊടുത്തു പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ധനുഷ് അമർത്തി മോളി. ആ ഫോട്ടോ അവൻ ദുരുപയോഗം ചെയ്ത് വേറെ രൂപത്തിലാക്കിയിരിക്കും. പക്ഷേ അത് കണ്ടാൽ ജനം മറ്റൊന്നും ചിന്തിക്കില്ലല്ലോ. ധനുഷ് തിരിഞ്ഞു കുസുമത്തിന് നേർക്കു കൈ ചൂണ്ടി. ആൻറ്റി, ഇവളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തില്ല. ആൻറ്റിയുടെ ഭാഗത്തുമുണ്ട് തെറ്റ്. കുസുമ അമ്പരന്നു. അതെ, കാരണം പെൺമക്കളുടെ നേരിയ മാറ്റം പോലും തിരിച്ചറിയേണ്ടത് അമ്മമാരാ. കുസുമ വിളറിപ്പോയി. ഈ ചെറുപ്രായത്തിൽ ധനുഷ് വിരൽ ചൂണ്ടിയിരിക്കുന്നത് സത്യത്തിന് നേർക്കാണ്. കണ്ടു കേട്ടുമിരുന്ന ആർക്കും മിണ്ടാട്ടമില്ല. കാവേരിയുടെ ചുണ്ടിൽ മാത്രം ഒരു ചിരി മായാതെ നിന്നു. ദക്ഷിണ തനിക്ക് പറ്റിയേക്കാമായിരുന്ന തെറ്റിനെക്കുറിച്ച് ഓർത്തു. പ്രത്യക്ഷ ഒരു പ്രത്യേക ഭാവത്തിൽ ധനുഷിൽ നോട്ടം നട്ടു. അവൻ്റെ ശബ്ദം എല്ലാവരെയും ഉണർത്തി. പ്രത്യക്ഷയെ ഞാൻ കുറ്റപ്പെടുത്തില്ല. അവളുടെ പ്രായം അതാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ എല്ലാവരും എന്നോട് പൊറുക്കണം. പണിക്കർ പെട്ടെന്ന് എഴുന്നേറ്റു. കുസുമം ഒന്ന് തേങ്ങി. അടുത്ത നിമിഷം പണിക്കർ ധനുഷിനെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞേ, നീ പറഞ്ഞതാണ് ശരി. ഇത്രയും പ്രായമുള്ള എന്നേക്കാൾ കൂടുതൽ നീ ചിന്തിച്ചിരിക്കുന്നു. ഇനി നീ ഒരു ഉപായം കൂടി പറഞ്ഞു തരണം. ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായം. ധനുഷ് അയാളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി. ഇതൊരു നിസ്സാര കാര്യമല്ലേ പണിക്കര് സാറേ? ഒറ്റ മൂല്യമരുന്ന്. കടിച്ച പാമ്പ് വരണം, വിഷം തിരിച്ചെടുക്കണം, എടുപ്പിക്കണം. അവൻ്റെ കണ്ണുകൾ കത്തി, മുഖം വലിഞ്ഞു മുറുകി, പല്ലുകൾ അമർന്നു ഞെരിഞ്ഞു. ആ ക്ഷണം വാസുദേവ പണിക്കരുടെ ഫോൺ ശബ്ദിച്ചു. അയാൾ അതെടുത്തു നോക്കി. അവന ദാദിൽ. പണിക്കരുടെ ഒച്ചയിൽ ഭീതി തിങ്ങി. അയാളുടെ മുഖം കൂടുകൂടെ വിയർത്തു. ഒരു നിമിഷം ഹാളിൽ നിശബ്ദത പരന്നു. ഫോൺ നിർത്താതെ ശബ്ദിക്കുകയാണ്. ആ ഒച്ച വാസുദേവ പണിക്കരുടെയും കുസുമത്തിൻ്റെയും പ്രത്യക്ഷയുടെയും ഹൃദയ ഭിത്തികളിലാണ് തല്ലി അലച്ചത്. ഋഷികേശും ധനുഷും പരസ്പരം നോക്കി. കാവേരി അവരോട് പറഞ്ഞു, ഈ പ്രശ്നത്തിന് പരിഹാരം ഉടനടി കണ്ടേ പറ്റൂ. നിങ്ങൾക്കതിന് കഴിയുമോടാ? കഴിയണം. ആജ്ഞ പോലെയായിരുന്നു ആ ശബ്ദം. ധനുഷ് പണിക്കർക്ക് നേരെ തിരിഞ്ഞു. ഫോൺ എടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും വീണ്ടും വിളിച്ചു കൂട്ടേയിരിക്കും. അല്ലെങ്കിൽ നേരത്തെ ഭീഷണിപ്പെടുത്തിയതുപോലെ പ്രത്യക്ഷയുടെ ചിത്രം വാട്സപ്പിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്താലോ? അത് കേട്ട പ്രത്യക്ഷയിൽ അടിമുടി ഒരു വിറയൽ ബാധിച്ചു. ഞാൻ എന്ത് ചെയ്യണം? പണിക്കർക്ക് വ്യക്തമായൊരു രൂപമില്ല. ഫോൺ എടുത്ത് ലൗഡ് സ്പീക്കർ മോഡിലിട്. ദാദിൽ എന്താണ് പറയുന്നതെന്ന് അറിയട്ടെ ആദ്യം. അപ്പോൾ ഫോൺ ബെല്ലടിച്ച് നിന്നു. അടുത്ത നിമിഷം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി. എല്ലാവരിലൂടെയും ഒന്ന് കണ്ണോടിച്ചിട്ട് വാസുദേവ പണിക്കർ റിസീവിംഗ് ബട്ടൺ അമർത്തി ലൗഡ് സ്പീക്കർ മോഡിലിട്ടു. ഹലോ. പരിഹാസം നിറഞ്ഞ നീളൻ ശബ്ദം. ഹലോ. ആരെയോ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ രണ്ട് തല്ലിച്ചുകൊണ്ട് ഞാൻ മാളത്തിൽ ഭയന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പണിക്കരെ? പണിക്കർ മിണ്ടിയില്ല. ദാദിലിൻ്റെ ശബ്ദം തുടർന്നു. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ദാദിൽ അങ്ങനെ ചെയ്തിരിക്കും. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ മകളുടെ ചിത്രം ജനങ്ങൾ കണ്ട് ആസ്വദിക്കുവാൻ പോവുകയാണ്. അയ്യോ വേണ്ട ദാദിൽ, ഞങ്ങളെ നാണക്കെടുത്തരുതേ. പണിക്കരുടെ ശബ്ദം ചിലമ്പി. നാണമോ? തനിക്കും കുടുംബത്തിനുമോ? ദാദിൽ ഉച്ചത്തിൽ ചിരിച്ചു. ഇക്കാര്യമൊന്നും ഇപ്പോൾ ആലോചിച്ചാൽ പോരായിരുന്നു. പലവട്ടം ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതാണ്. പക്ഷേ വെറും ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണെന്നും അഹങ്കാരമായിരുന്നു നിങ്ങൾക്ക്. അവർ സംസാരിക്കുന്നതിനിടയിൽ ധനുഷ് പ്രത്യക്ഷയോട് ഒരു പേനയും കടലാസും കൊണ്ടുവരാൻ ആംഗ്യം കാട്ടി. അവ കൊണ്ടുവന്നു. ധനുഷ് അതിൽ ചില വാചകങ്ങൾ എഴുതി പണിക്കരുടെ മുന്നിലേക്ക് നീക്കിവെച്ചു. അത് വായിച്ചു നോക്കിയിട്ട് പണിക്കർ മറുപടി നൽകി. ദാദിൽ, നീ അവിവേകമൊന്നും കാണിക്കരുത്. എനിക്കൊരു ദിവസത്തെ സമയം തരണം ചിന്തിക്കാൻ. നാളെ രാവിലെ നീ വിളിച്ചോളൂ. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. പിന്നെ ദാദിലിൻ്റെ അവസാനത്താക്കിയത്. ശരി, ഒറ്റ അവസരം ഞാൻ തരുന്നു. അതിനിടയിൽ എന്നെ പോലീസിനെ കൊണ്ട് എന്തെങ്കിലും അങ്ങ് ചെയ്യിച്ചേക്കാമെന്ന് കരുതരുത്. അറിയാമല്ലോ. പിന്നെ നാട് വിട്ടേക്കാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ പൊക്കിയിരിക്കും എല്ലാത്തിനെയും. ഞങ്ങൾ ഒരിടത്തും പോകില്ല. പണിക്കർ അസ്വസ്ഥനായി. ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ ഞങ്ങളെ തല്ലിയന്മാരില്ലേ, അവന്മാരാരാ? അതെനിക്കും അറിയില്ല. ആ സംഭവം കഴിഞ്ഞുടൻ അവർ പോയി. സാരമില്ല, കണ്ടുപിടിച്ചോളാം ഞാൻ. അപ്പോൾ രാവിലെ ഞാൻ അവസാനമായി ഫോൺ വിളിക്കും. അവളോട് പറഞ്ഞേക്ക്. അപ്പുറത്തെ കോൾ മുറിച്ചു. വിവശനായി വാസുദേവ പണിക്കർ ഫോൺ ടീപ്പോയിൽ വെച്ചു. എന്താ ധനുഷ് നിന്റെ മനസ്സിൽ? കാവേരി തിരക്കി. ഒന്നും തീരുമാനിച്ചിട്ടില്ല അമ്മേ. ഇനിയും സമയമുണ്ടല്ലോ. ധനുഷ് എഴുന്നേറ്റ് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. പോർച്ചിൽ ഒരു ഷീറ്റ് പുതപ്പിച്ച് ബുള്ളറ്റ് ബൈക്ക് ഇരിക്കുന്നത് കണ്ടു. അത് ഉപയോഗിക്കാമല്ലോ. അകത്തേക്ക് തിരിഞ്ഞ് അവൻ തിരക്കി. 6 മാസമായി. വല്ലപ്പോഴും സ്റ്റാർട്ട് ചെയ്തു വയ്ക്കും. ഒന്ന് വീണതിൽ പിന്നീട് എനിക്ക് പേടിയാ. പണിക്കരും പുറത്തേക്ക് ഇറങ്ങി വന്നു. പിന്നാലെ ഋഷികേശും. അതിൻ്റെ ചാവി ഒന്ന് തന്നേ. പണിക്കർ അകത്തേക്ക് പോയി ചാവി കൊണ്ടുവന്ന് നീട്ടി. വാ ഋഷി. ധനുഷ് ചാവി വാങ്ങി പോർച്ചിലേക്ക് പോയി ഷീറ്റ് മാറ്റി. അധികം പഴക്കമില്ലാത്ത ബൈക്ക്. 4 തവണ ക്ലിക്ക് ചെയ്തപ്പോൾ അത് സ്റ്റാർട്ടായി. ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഋഷികേശ് പിന്നിൽ കയറി. ധനുഷ് ഇടങ്കാൽ തറയിൽ കുത്തി അത് കറക്കിയെടുത്തു. എന്നിട്ട് റോഡിലിറങ്ങി വലത്തേക്ക് തിരിച്ചു.
ചെക്ക് പോസ്റ്റിൽ വണ്ടി നമ്പറും ആളുടെ എണ്ണവും ഫീസും അടച്ചിട്ട് നേരെ കക്കയം ഡാമിലേക്കുള്ള കുന്നിനെ ചുറ്റി അതിവേഗം ഓടിച്ചു പോയി. കൊട്ടാരക്കര മിയന്നൂർ അസീസി ഹോസ്പിറ്റൽ. അതിൻ്റെ ഡീലക്സ് റൂമിലുണ്ടായിരുന്നു പ്രകാശ് ചന്ദ്രൻ. കാൽമുട്ടിലെ ഓപ്പറേഷൻ നടത്തിയിരുന്നു. പൊട്ടിപ്പിളർന്നുപോയ അസ്ഥികൾ നീക്കം ചെയ്ത് സ്റ്റീൽ റോഡ് ഇട്ടിരിക്കുകയാണ്. ശരീരത്തിൻ്റെ പല ഭാഗത്തും ബാൻഡേജുകളുണ്ട്. ധനുഷിൻ്റെയും ഋഷികേശിൻ്റെയും കല്ലുകൾ കൊണ്ടുള്ള ഇടിയേറ്റ് 4 വാരിയലുകൾക്കും പൊട്ടലുണ്ട്. ഒരു കസേരയിൽ സർവ്വതും നഷ്ടപ്പെട്ടതുപോലെ വനിത ഇരിപ്പുണ്ട്. അവരുടെ നോട്ട ഇടയ്ക്കിടെ മകനിലേക്ക് നീണ്ടു ചെന്നു. അത് കണ്ടപ്പോൾ അവന് കലിയിളകി. നിങ്ങളെന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഇതുകൊണ്ടൊന്ന് എന്നെ പരാജയപ്പെടുത്താൻ ഒരുത്തിനും കഴിയില്ല. പോലീസിൽ കിട്ടേണ്ടിയിരുന്ന ജോലി പോയി, അല്ലാതെന്താ? അവൻ പല്ലുകടിച്ച് ചിരിച്ചു. പക്ഷേ അവന്മാർ രാത്രി തന്നെ നാടുവിട്ട് പോയതിലേ ഉള്ളൂ സങ്കടം. എന്നാലും ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ ഒളിച്ചിരുന്നാലും അവന്മാർ എൻ്റെ കയ്യിൽ വന്നുപെടും. വനിത ദീർഘമായി നിശ്വസിച്ചു. പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം. എന്നാലും പറയാതിരിക്കാൻ പറ്റുന്നില്ല പ്രകാശേ. സ്വന്തം അച്ഛനല്ലെങ്കിൽ പോലും ബാസുരേട്ടൻ നിന്നെ ഒരു മകൻ്റെ സ്ഥാനത്ത് തന്നെയല്ലേ കണ്ടിരുന്നത്. എന്നിട്ട് നീ അദ്ദേഹത്തെ, അതിൻ്റെ ഫലം തന്നെയാണ് നീ അനുഭവിക്കുന്നത്. ഹാ, അവൻ മുഖം വെട്ടിച്ചു. മേലിൽ അങ്ങേരുടെ കാര്യം എന്നോട് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നേക്കാൾ അയാൾക്ക് സ്നേഹം ആ SIയോടും മക്കളോടും അല്ലായിരുന്നോ? പ്രകാശ് ചന്ദ്രൻ മറ്റെന്തെങ്കിലും പറയും മുമ്പ് വാതിൽക്കൽ കാൽപെരുമാറ്റം കേട്ടു. വനിതയും അവനും ഒന്നിച്ച് അവിടേക്ക് നോക്കി. ഓട്ടനാവട്ട ശശാങ്കനും CA ചക്രപാണിയും ഐസ് തമ്പിയും കടന്നു വന്നു. തമ്പിയുടെ കയ്യിലൊരു പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടായിരുന്നു. ഇരിക്കെ, ഞാൻ കുറച്ചു മുമ്പ് നിങ്ങൾ വരാത്തത് എന്തെന്ന് ചിന്തിക്കുമായിരുന്നു. പ്രകാശ് ചന്ദ്രന് ഉത്സാഹമായി. തമ്പി പെട്ടെന്ന് വാതിലടച്ചു. വനിതയുടെ മുഖം മുറുകി. ഇതൊരു ഹോസ്പിറ്റലാണ്. അതിനെന്ത് വേണം? ചോദിച്ചത് പ്രകാശ് ചന്ദ്രനാണ്. നിങ്ങളോട് ഇവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞോ? പിന്നെ ഇരിക്കുകയാണെങ്കിൽ കണ്ടില്ല കേട്ടില്ല എന്ന് ഭാവിച്ചോണം. ഒന്നും മിണ്ടാതെ വനിത എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി വാതിലടച്ചു. വേഗം എടുക്ക്. പ്രകാശിന് ധൃതിയായി. ശശാങ്കൻ കസേരയിലും ചക്രപാണി അവൻ്റെ അരികിൽ കട്ടിലിലും ഇരുന്നു. തമ്പി താൻ കൊണ്ടുവന്ന കവറിൽ നിന്ന് ഒരു കുപ്പി മദ്യം എടുത്തു. ഡിസ്പോസിബിൾ ഗ്ലാസ്സിലേക്ക് അത് പകർന്ന് മിനറൽ വാട്ടർ കലർത്തി പ്രകാശ് ചന്ദ്രന് നൽകി. ഒറ്റ വലിക്ക് അതവൻ അകത്താക്കി. ഹോ, ഇപ്പോഴാ ആശ്വാസമായത്. ശരീരമാസകലം മുടിഞ്ഞ വേദനയാണെന്നേ. അവൻ ചുണ്ടു തുടച്ചു. നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയാലോ? ശശാങ്കൻ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അത് വേണ്ട, പ്രകാശ് ചന്ദ്രൻ തടഞ്ഞു. ഈ വാർത്ത ലീക്കായാൽ അതിന് നാണക്കേട് എനിക്കാ. അതുകൊണ്ടല്ലേ കേസൊന്നും വേണ്ടെന്ന് പോലും ഞാൻ പറഞ്ഞത്. അതിരിക്കട്ടെ, അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം? ഇതുവരെയില്ല. ചക്രപാണി തലയാട്ടി. അന്വേഷണം തുടരുകയാണ്. അവർ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ സൈബർ വിങ്ങിനും ഒരു തുമ്പും കിട്ടുന്നില്ല. അവരുടെ പേരിൽ പുതിയ സിം കാർഡ് എടുത്താൽ പോലും അത് നമ്മൾ അറിഞ്ഞിരിക്കും. പ്രകാശ് ചന്ദ്രൻ്റെ മുഖം തെളിഞ്ഞു. അങ്ങനെ അറിഞ്ഞാൽ പോലും ഞാൻ ഹോസ്പിറ്റൽ വിടാതെ നിങ്ങളായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അവൻ്റെ കണ്ണുകളിൽ ക്രൂരമായൊരു തിളക്കം വന്നു. എനിക്ക് തന്നെ അവരോട് കണക്കുകൾ തീർക്കണം. അവളെ ദക്ഷിണയെ പിച്ച് ചീന്തണം. ഉറച്ചതായിരുന്നു പ്രകാശ് ചന്ദ്രൻ്റെ വാക്കുകൾ. 1/2 ഗ്ലാസ് മദ്യം കൂടി അവൻ അകത്താക്കി. ബാക്കി അലമാരിയിൽ വെച്ചേരെ. വൈകിട്ട് എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ എടുപ്പിച്ചോളാം. കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷമാണ് അവർ പിരിഞ്ഞത്. അതും കഴിഞ്ഞാണ് വനിത ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നത്. മദ്യത്തിൻ്റെ നാറ്റം പറഞ്ഞുകൊണ്ട് അവർ ഫാനിൻ്റെ വേഗം വർദ്ധിപ്പിച്ചു. ജനാലുകൾ തുറന്നിട്ടു. കക്കയം. ഋഷികേശും ധനുഷും വൈകിട്ടാണ് മടങ്ങിയെത്തിയത്. അവർ സമീപ പ്രദേശങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കിയിരുന്നു. വീട്ടിൽ മടങ്ങിയെത്തിയ ഉടൻ ധനുഷ് പ്രത്യക്ഷയെ ഒറ്റയ്ക്ക് വിളിച്ചു മാറ്റി നിർത്തി ചില നിർദ്ദേശങ്ങൾ നൽകി. അവളുടെ മുഖത്ത് പല ഭാവങ്ങളും മിന്നി പറയുന്നത് കുസുമവും വാസുദേവ പണിക്കരും കണ്ടു. ധനുഷ്, ഇതൊക്കെ കുഴപ്പമാകുമോ? പ്രത്യക്ഷയ്ക്ക് സന്ദേഹം. ഇല്ലെന്ന് തന്നെ കരുതണം. കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുകയല്ലേ താൻ. ഒരു ഭാഗ്യപരീക്ഷണം, ധനുഷ് പറഞ്ഞു. പക്ഷേ ഒന്നുണ്ട്. കേവലം ഒരു ഭീഷണിക്ക് മുമ്പിൽ തന്നെ ഞാൻ ദാദിലിനെ എറിഞ്ഞു കൊടുക്കില്ല. അതുപോലെ. അവളുടെ മുഖം പ്രസന്നമായി. തനിക്ക് ഒരു രക്ഷകൻ ഉണ്ടായിരിക്കുന്നു എന്ന തോന്നൽ. അപ്പോൾ നാളെ രാവിലെ അവൻ വിളിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഞാൻ തന്നതുപോലെ തന്നെ സംസാരിക്കണം. അവൾ തലയാട്ടി. രാവിലെ ഇങ്ങോട്ട് വരുമോ? എന്തിനാ? അവൻ തിരക്കി. ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരു ധൈര്യത്തിന്. ഞാൻ അടുത്തുണ്ടെങ്കിൽ ധൈര്യം വരുമോ? ശബ്ദം താഴ്ത്തിക്കൊണ്ടാണ് അവൻ തിരക്കിയത്. അവളൊന്ന് മൂളി. പിന്നെ തിരിഞ്ഞൊരോട്ടം. ഒരു മൂളിപ്പാട്ടോടെ ധനുഷ് ഋഷികേശിൻ്റെ അടുത്തെത്തി. ഈ നേരത്തും ലൈനിടാനുള്ള ശ്രമമാണോടാ? ഋഷികേശ് നെറ്റി ചുളിച്ചു. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ പെണ്ണിന് എന്നെ ഭയങ്കര വിശ്വാസം പോലെ. ഋഷികേശിൻ്റെ ഒപ്പം അവൻ വീട്ടിലേക്ക് നടന്നു. ആ രാത്രി പ്രത്യക്ഷയ്ക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. തൻ്റെ വിധി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നൽ. വെറും തമാശയ്ക്ക് തുടങ്ങിയ അടുപ്പമായിരുന്നു ദാദിലിനോട്. അവൻ്റെ പെരുമാറ്റവും സംഭാഷണ ചാതുര്യവുമൊക്കെ തൻ്റെ മനസ്സിനെ ഇളക്കുകയായിരുന്നു. ഈ കാണുന്നതൊന്നുമല്ല അവൻ എന്ന കൂട്ടുകാരികൾ പലതവണ മുന്നറിയിപ്പ് തന്നതാണ്. അതൊക്കെ താൻ അവഗണിച്ചതിൻ്റെ ഫലം. ഒരിക്കലൊരു ഫോട്ടോ ചോദിച്ചു. താൻ വാട്സാപ്പിലൂടെ അത് അയച്ചു കൊടുത്തു. അതാണ് എല്ലാത്തിനും കാരണം. അവൻ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭീഷണിയായി. മോളെ, കുസുമത്തിൻ്റെ ഒച്ച. അവൾ മൂളി. നീ ഉറങ്ങിയില്ലേ? പ്രത്യക്ഷ ഒന്ന് തേങ്ങി. നേരം പുലർന്നു. ധനുഷ് പതിവിലെ നേരത്തെ എഴുന്നേൽക്കുകയും പല്ല് ബ്രഷ് ചെയ്യുകയും ചെയ്തു. അത് കണ്ടപ്പോൾ ഋഷികേശ് നെറ്റി ചുളിച്ചു. എന്താടാ, ഈ തണുപ്പ് സമയത്തും നീ പെട്ടെന്ന് എഴുന്നേറ്റത്? ധനുഷ് തോളിന് മുകളിലൂടെ തലതിരിച്ചു. ദാദിൽ പ്രത്യക്ഷയെ വിളിക്കുമ്പോൾ ഞാനും ഉണ്ടാവണം അവിടെ. അവൻ വേഗം വേഷം മാറി വാസുദേവ പണിക്കരുടെ വീട്ടിലേക്ക് പോയി.
അവിടെ സെൽഫോണിന് മുന്നിൽ കാത്തിരിക്കുകയായിരുന്നു 3 പേരും. ധനുഷിനെ കണ്ടപ്പോൾ പ്രത്യക്ഷ പെട്ടെന്ന് എഴുന്നേറ്റു. അവളുടെ മുഖത്ത് ഒരു ഉദ്വേഗം തങ്ങി നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. കുസുമ ധനുഷിന് ചായ നൽകി. നിമിഷങ്ങൾ പിടിഞ്ഞു വീഴുകയാണ്. അതിനനുസരിച്ച് അവർക്ക് ഹൃദയതാളം മുറുകി. അവസാനം 8 മണി. ഫോൺ ശബ്ദിച്ചു. പണിക്കർ അതെടുത്ത് നോക്കി. ദാദിലിൻ്റെ നമ്പർ. അയാൾ ഫോൺ പ്രത്യക്ഷയ്ക്ക് നീട്ടി. വിറപൂണ്ട കൈകൾ കൊണ്ട് അവൾ അത് വാങ്ങി. ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, ധനുഷ് ഓർമ്മിപ്പിച്ചു. വളരെ സൂക്ഷിച്ചേ സംസാരിക്കാവൂ. അവന് സംശയം തോന്നാത്ത തരത്തിൽ തലയാട്ടിക്കൊണ്ട് പ്രത്യക്ഷ കോൾ അറ്റൻഡ് ചെയ്തു. ഫോൺ സ്പീക്കറിലിട്ടു. ഹലോ, പ്രത്യക്ഷയാണോ? ദാദിലിൻ്റെ ശബ്ദം. അവൾ മൂളി. ഞാൻ വിചാരിച്ചു നീ തന്നെ ഫോൺ എടുക്കുമെന്ന്. നിന്റെ തന്തയ്ക്ക് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വിറയിലുണ്ടാകുമെന്നറിയാം. അപ്പുറത്തു നിന്ന് ചിരി. എന്ത് തീരുമാനിച്ചു? അത്രയും നേരത്തിനുള്ളിൽ പ്രത്യക്ഷ ധൈര്യം സംഭരിച്ചു. ദാദിൽ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, ഒറ്റയ്ക്ക്. തൻ്റെ ശബ്ദം കഴിവതും നിയന്ത്രിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ വൃത്തികെട്ട കൂട്ടുകാരെ കൊണ്ടുവരാൻ പാടില്ല. അവരുടെ നോട്ടം ചിരിയും അതൊന്നും എനിക്ക് പറ്റൂല. സംസാരിക്കണമെങ്കിൽ ആവാം, പക്ഷേ നിന്നെ വെറുതെ വിടണമെന്ന് അപേക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല. ദാദിലിൻ്റെ മുന്നറിയിപ്പ്. സമ്മതിച്ചു. എന്നാൽ എൻ്റെ ഒരു വ്യവസ്ഥ നിങ്ങളും അംഗീകരിക്കണം. പറയൂ. പ്രത്യക്ഷ ധനുഷിനെ നോക്കി. പറഞ്ഞുകൊള്ളാൻ അവൻ ആംഗ്യം കാട്ടി. ഇന്ന് ഒരു തവണ. അത് കഴിഞ്ഞാൽ നീ എന്നെ ശല്യപ്പെടുത്തരുത്. ആ ഉറപ്പ് തരണം. അപ്പുറത്ത് സംശയമുള്ളതുപോലെയായിരുന്നു ചോദ്യം. നീ വീട്ടിലിരുന്നല്ലേ സംസാരിക്കുന്നത്? മറ്റുള്ളവർ കേൾക്കേ? അല്ല, മുറ്റത്താ. അച്ഛനും അമ്മയും എന്നെ കൈയൊഴിഞ്ഞ മട്ട നിങ്ങൾ കാരണം. അതുകൊണ്ടാണ് ഞാനിത് തയ്യാറാവും തന്നെ. എല്ലാം എൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണല്ലോ. ഞാനായിട്ട് ഇതിനൊരു പരിഹാരം തേടുകയാണ്. പ്രത്യക്ഷ നന്നായി സംസാരിക്കുന്നുവെന്ന് മറ്റുള്ളവർ അറിഞ്ഞു. എങ്കിൽ നീ എൻ്റെ റിസോർട്ടിലേക്ക് പോര്. ദാദിലിൻ്റെ നിർദ്ദേശം. അയ്യോ, അത് പറ്റില്ല. നീ മാത്രം വണ്ടിയുമായിട്ട് വാ. നമുക്ക് ഡാമിനടുത്തേക്ക് പോകാം. ഞാൻ ചെക്ക് പോസ്റ്റിനടുത്ത് നിൽക്കാം. അച്ഛൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞേ വരാവൂ. ആ നിർദ്ദേശത്തിൽ അപാകതയൊന്നും തോന്നിയില്ല ദാദിലിന്. അവൻ സമ്മതിച്ചു. ഒരു കാര്യം ചെയ്യണം. പണിക്കരി സാർ പോയി കഴിഞ്ഞാൽ ഉടൻ നീ എനിക്കൊരു മിസ് കോൾ അയക്കണം. അവൾ ഫോൺ കട്ട് ചെയ്തു. കുഴപ്പമുണ്ടാകത്തില്ലല്ലോ അല്ലേ ധനുഷേ? വാസുദേവ പണിക്കർക്കും കുസുമത്തിനും ഞെട്ടൽ മാറുന്നില്ല. ഇല്ലെന്നേ. ധനുഷ് എഴുന്നേറ്റു. ഇനി പണിക്കരി സാർ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരുടെയെങ്കിലും ഒരു ജീപ്പ് വിളിച്ച് ഡാമിലേക്ക് പോകണം. മറ്റാരും കാണാതെ ഏതെങ്കിലും ഭാഗത്ത് നിൽക്കണം. ബാക്കിയൊക്കെ ഞാൻ പ്രത്യക്ഷയോട് പറഞ്ഞിട്ടുണ്ട്. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. 10 മണിയാകുമ്പോൾ താൻ അവന് മിസ്ഡ് കോൾ അയക്കണം. പ്രത്യക്ഷ തലയാട്ടി. 9:30 ആയപ്പോൾ വാസുദേവ പണിക്കർ കക്കയം ഡാമിലേക്ക് പോയി. 10 മണിക്ക് പ്രത്യക്ഷ ദാദിലിനെ മിസ്ഡ് കോൾ അയച്ചു. ഋഷികേശും ധനുഷും റോഡ് കാണത്തക്ക വിധത്തിൽ ഒരു ജാതി മരത്തിൻ്റെ ചുവട്ടിൽ നിലയുറപ്പിച്ചു. 10:15 പ്രത്യക്ഷ റോഡിലിറങ്ങി ചെക്ക് പോസ്റ്റിനരികിലേക്ക് നീങ്ങി. 10:25 ദാദിൽ ഒരു ഡസ്റ്റർ കാറിലെത്തി. പ്രത്യക്ഷയുടെ അരികിൽ ബ്രേക്ക് ഇട്ടു. ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. കേറ്. അവൾ അകത്തേക്ക് എത്തി നോക്കി. നോക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ. അവൻ ചിരിച്ചു. മടികൂടാതെ അവൾ കയറി. ചെക്ക് പോസ്റ്റിൽ സ്ത്രീകളായിരുന്നു ജീവനക്കാർ. അവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് വണ്ടി കുന്നു കയറുവാൻ തുടങ്ങി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹെൽമറ്റ് ധരിച്ച 2 പേർ ചെക്ക് പോസ്റ്റ് കടന്ന് ബുള്ളറ്റ് ബൈക്കിൽ പിന്നാലെ പോയി. ഡസ്റ്റർ കാർ കാണാൻ പറ്റുന്ന അകലത്തിൽ. റോഡിന് ഇടതുവശം നിബിഡ വനം. വലതുഭാഗത്ത് അഗാധമായ ഗർത്തം. ഓരോ ഹെയർ പിൻ വളവുകൾ പിന്നിടുമ്പോഴും തങ്ങൾ ആകാശത്തേക്ക് ഉയരുകയാണെന്ന് ധനുഷിനും ഋഷികേശിനും തോന്നി. ഋഷികേശിൻ്റെ തോളിൽ ഒരു ബാഗുണ്ട്. നീ നേരത്തെ എങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? ദാദിൽ കൈനീട്ടി പ്രത്യക്ഷയുടെ കവിളിലൊന്ന് തലോടി. അസഹ്യതയോടെ അവൾ കടിച്ചു പിടിച്ചിരുന്നു. 14 കിലോമീറ്റർ കയറുവാൻ അരമണിക്കൂറോളം എടുത്തു. രാവിലെയായതിനാൽ ടൂറിസ്റ്റുകൾ കുറവായിരുന്നു. ഡാമിനരികിലെ പാർക്കിംഗ് പ്ലേസിൽ ഡസ്റ്റർ കാർ ഒതുക്കി നിർത്തി ദാദിലിറങ്ങി. ഡാമിൽ വെള്ളം കുറവായിരുന്നു. കക്കയം പോലീസ് ക്യാമ്പ് പുതുക്കി പണിയുന്നത് പ്രത്യക്ഷ കണ്ടു. അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് പേർ ഇവിടെ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാ. ബോണറ്റിനെ വലം വെച്ച് ഇടതുഭാഗത്തെത്തിയ ദാദിൽ ഡോർ തുറന്നു കൈനീട്ടി. അനിഷ്ടത്തോടെയാണെങ്കിലും അവൾ ആ കരം കവർന്നു. നമുക്കൊരു ബോട്ടിംഗ് നടത്തിയാലോ? കൊതിയോടെ അവൻ തിരക്കി. അയ്യോ വേണ്ട. തങ്ങളുടെ പദ്ധതികൾ പാളുമെന്ന് ഉറപ്പായ അവൾ പെട്ടെന്ന് പറഞ്ഞു. അതെന്താ? എനിക്ക് വെള്ളം പേടിയാ. ആദ്യം നാവിൽ വന്ന കള്ളം അവൾ തട്ടിവിട്ടു. എങ്കിൽ വാ. അവളുടെ അരയിൽ കൈചുറ്റി അവൻ ഡാമിന് സമീപത്തെ റോഡിലൂടെ നടന്നു. ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുറ്റത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ഇത് പതിവ് കാഴ്ചയായതിനാൽ അയാൾ ശ്രദ്ധിച്ചില്ല. കുറച്ചു മുന്നിലായി 4-5 യുവാക്കളും യുവതികളും നടക്കുന്നുണ്ട്. ഇടയ്ക്കിടെ ഇരട്ടക്കുഴി വാട്ടർഫോൾസ് എന്ന ആരോ വച്ച ബോർഡുകൾ കണ്ടു. 1.5 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്കെന്ന് പ്രത്യക്ഷയ്ക്കറിയാം. ഡാം പിന്നിട്ട് കുറച്ചുകൂടി വിജനമായ സ്ഥലത്തു കൂടിയായിരുന്നു അവരുടെ നടത്തം. ഇടയ്ക്ക് ഒറ്റയ്ക്കും കൂട്ടമായും കുരങ്ങുകൾ. അകലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ കേട്ടു തുടങ്ങി. എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ദാദിൽ പ്രത്യക്ഷയെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അത് നമുക്ക് ആരും കാണാത്ത എവിടെയെങ്കിലും ഇരുന്നാലോ? മിടുക്കി. ദാദിലിന് സന്തോഷമായി. അവൻ്റെ കണ്ണുകൾ വട്ടം ചുറ്റി. മഴക്കാലം കടുക്കുമ്പോൾ മാത്രം വെള്ളം ഒഴുകി വരുന്ന ഒരു തോട് കണ്ടു. ഇപ്പോൾ അത് മിനുസമേറിയ പാറകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ആ വഴി കയറിയാൽ ആരും കാണാത്ത ഭാഗത്തെത്താം. എങ്കിൽ വാ.
അവളെയും കുട്ടി അവൻ മരച്ചില്ലകൾ വകഞ്ഞു മാറ്റി അവിടേക്ക് പോയി. അകലെ വെള്ളച്ചാട്ടത്തിൻ്റെയും ചീവീടുകളുടെയും ഒച്ച മാത്രം. 25 മീറ്ററോളം അവർ അകത്ത് കടന്നു. അപ്പോൾ തോട്ടിൽ പരന്ന ഒരു പാറ കണ്ടു. ഇവിടെ ഇരിക്കാം. അവൻ പ്രത്യക്ഷയെ അവിടെ പിടിച്ചിരുത്തി. ഇത്തരമൊരു അവസരത്തിന് വേണ്ടി ഞാൻ എത്ര കൊതിച്ചെന്നറിയാമോ പെണ്ണേ? അവൻ അവളെ ചുംബിക്കാനാഞ്ഞു. പ്രത്യക്ഷ കുതറി. എനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? ദാദിലിൻ്റെ മുഖം മാറി. നീ എന്ത് പുല്ല് പറയാനാടി? പ്രത്യക്ഷ കിടുങ്ങിപ്പോയി. അവൻ ക്രൂരമായി ചിരിച്ചു. ഇനി നീ ഞാൻ എപ്പോൾ വിളിച്ചാലും എൻ്റെ അടുത്ത് വരും. ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ പോലും ഞാൻ സമ്മതിക്കണം. എങ്കിൽ പിന്നെ അങ്ങ് സമ്മതിച്ചേര് സാറേ. പൊടുന്നനെ താഴത്തെ പാറയ്ക്ക് പിന്നിൽ നിന്നൊരു ശബ്ദം. ദാദിൽ ഞെട്ടിത്തിരിഞ്ഞു. തറയിൽ നിന്ന് മുളച്ചു വരുന്നത് പോലെ ഒരു ഹെൽമറ്റാണ് ആദ്യം കണ്ടത്. ആരടാ നീ? അവൻ ചാടി എഴുന്നേറ്റു. അപ്പോൾ മറ്റൊരു ഹെൽമറ്റുധാരി കൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇരുവരും ദാദിൻ്റെ തൊട്ട് മുന്നിലെത്തി. എടി കൊച്ചേ, നീ പോയിക്കോ, ഞങ്ങൾക്ക് ഇവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ധനുഷ് നിർദ്ദേശിച്ചു. പ്രത്യക്ഷ താഴേക്ക് ഓടാൻ ഭാവിച്ചു. അടുത്ത നിമിഷം ദാദിൽ പൊട്ടിച്ചിരിച്ചു. നിൻ്റെയൊക്കെ തല ഹെൽമറ്റിനുള്ളിലാണെങ്കിലും നിങ്ങൾ ആരെന്ന് എനിക്കറിയാമടാ. പിന്നെ ഇവൾ ചുമ്മാതിങ്ങ് എന്നെ വിളിക്കില്ലെന്നും അറിയാമായിരുന്നു. ദാ നോക്ക്. അവൻ കൈ ചൂണ്ടി. അവർ നോക്കി. പാറകൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന ശിരസ്സുകൾ. അവർ നടുങ്ങി. 4 പേർ. ഒറ്റ നോട്ടത്തിൽ തന്നെ കുറ്റവാളികളുടെ ഭാവം. പ്രത്യക്ഷയുടെ കാലുകൾ നിശ്ചലമായി കുടുങ്ങിയിരിക്കുന്നു. തന്ത്രം പൊളിഞ്ഞിരിക്കുന്നു. ദാദിൽ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷയ്ക്ക് നേരെ തിരിഞ്ഞു. നീ എന്താടി വൃത്തികെട്ടവളെ കരുതിയത്? ഒന്ന് ഫോൺ ചെയ്താലുടൻ ഞാൻ ഓടിപ്പാഞ്ഞുവെന്ന് നിനക്ക് മാപ്പ് തരുമെന്നോ? അവൻ തൻ്റെ വലത് കൈപ്പത്തി നീട്ടി കാണിച്ചു. ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും ഒരുപാട് പെൺകുട്ടികൾ ഈ കയ്യിൽ കിടന്ന് പിടഞ്ഞിട്ടുണ്ട്. ഉന്നം വെച്ചിട്ടുള്ള ഒന്നുപോലും ഈ കയ്യിൽ നിന്ന് വഴുതി പോയിട്ടില്ല. പ്രത്യക്ഷയ്ക്ക് ഉമിനീർ വറ്റി. ഭീതി പൂണ്ടതുപോലെ ഒരു സംഘം കുരങ്ങുകൾ വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവരുടെ തലയ്ക്ക് മീതെയുള്ള മരക്കൊമ്പുകളിലൂടെ ചാടിപ്പോയി. പ്രത്യക്ഷ നിസ്സഹായതയോടെ ധനുഷിനെയും ഋഷികേശിനെയും നോക്കി. അവരും പകച്ചു നിൽക്കുകയാണ്. ദാദിൽ ഇങ്ങനെയൊരു കെണി ഒരുക്കുമെന്ന് കരുതിയിരുന്നില്ല. അവർക്ക് പിന്നിൽ പ്രത്യക്ഷപ്പെട്ട ഗുണ്ടകൾ ഏത് സെക്കൻഡിലും ചാടി വീഴാൻ കാത്തു നിൽക്കുകയാണ്. ധനുഷിൻ്റെ നോട്ടം വീണ്ടും ദാദിലിൽ തറഞ്ഞു. തങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് 10 അടി അകലത്തിലാണ് അവനും പ്രത്യക്ഷയും. ഇനി നീയൊന്നും ആ ഹെൽമറ്റ് വെച്ചുകൊണ്ട് നിൽക്കണ്ടടാ. അതൊന്നും ഒരിക്കേ. നിൻ്റെയൊക്കെ വിളറിയ മുഖം ഞാനൊന്ന് കാണട്ടെ. ദാദിൽ കൈ നീട്ടി വീണ്ടും പ്രത്യക്ഷയുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. ദാദിൽ ചിരിച്ചു. ഹെൽമറ്റിൻ്റെ ഗ്ലാസ്സിലൂടെയല്ലാതെ നീയൊക്കെ കാണണം ഞാൻ ഇവളുടെ ഒരു തുണി വലിച്ചുരിയുന്നത്. ഇപ്പോൾ അതെൻ്റെ ഒരു വാശി കൂടിയാടാ. പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് ധനുഷ് ആദ്യം ഹെൽമറ്റ് ഊരി. തൊട്ടു പിന്നാലെ ഋഷികേശും. കൊള്ളാം, കഴിഞ്ഞ ദിവസം എന്നെ ആക്രമിച്ചപ്പോഴുള്ള വീറും വാശിയുമൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോടാ നിൻ്റെയൊക്കെ മുഖങ്ങളിൽ. ദാദിൽ, ഞാനൊന്ന് പറയട്ടെ. സൗമ്യത ഭാവിച്ചുകൊണ്ട് ധനുഷ് തൊട്ടു പിന്നിലെ പാറയിലേക്ക് വന്നു. വേണ്ട വേണ്ട, അവിടെ തന്നെ നിന്നാൽ മതി. കരഞ്ഞാലും കാലു പിടിച്ചാലും പ്രയോജനമില്ലാത്ത കാര്യത്തിന് വെറുതെ സമയം കളയണ്ട. ദാദിൽ കൈ ചൂണ്ടി. ഞാൻ കൊതിച്ചു പോയ പെണ്ണ ഇവളെ രക്ഷിക്കാൻ ഒരുത്തനും കഴിയില്ല. മാത്രമല്ല, നീയൊക്കെ കൂടുതൽ സാഹസത്തിന് മുതിർന്നാൽ ഉരക്കുഴിക്കൊക്കയിൽ 2ൻ്റെയും ശവങ്ങൾ വീഴും. ഒരു കാലത്തും അസ്ഥികൾ പോലും പുറത്തെടുക്കാനാവില്ല. ധനുഷ് തല കുടഞ്ഞു. ദാദിൽ, പ്രത്യക്ഷയിട്ടിട്ട് നീ ഞങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ അത് 2 കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമേ. അവൻ്റെ ശബ്ദത്തിൽ രോഷം തിളയ്ക്കാൻ തുടങ്ങി. 2 കൂട്ടർക്കുമല്ലടാ, ദാദിൽ തിരുത്തി. നിനക്കൊക്കെ. ദാ ആ നിൽക്കുന്നതിൻ്റെ ആളുകളുണ്ടല്ലോ, പോലീസ് ലക്ഷങ്ങളാണ് അവരുടെ തലയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരിക്കലും പിടിവിടാത്ത ഉടുമ്പിനെ പോലും പറിച്ചെടുത്ത് തൊലി വിരിച്ച് വേവിക്കുന്നവരാ. ഒരു കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടെ അവർ നിന്നെയൊക്കെ തീർക്കും. ദാദിലിൻ്റെ ശബ്ദവും മാറി. ഇനി നിനക്കൊക്കെ എന്നോട് മാപ്പ് പറഞ്ഞ് ഇവളെ ഇവിടെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകാം എന്ന് കരുതിയാലും നടക്കത്തില്ല. കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും അതിന് സാക്ഷികൾ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഋഷികേശൻ ധനുഷും തിരിഞ്ഞ് പിന്നിൽ നിൽക്കുന്നവർക്ക് നേരെ കണ്ണയച്ചു. പ്രത്യേകിച്ച് യാതൊരു ഭാവഭേദമില്ല അവർക്ക്. ഇത്തരം ഭാവമായിരുന്നു ബംഗാളികളായ സഹായകനും ദ്രോണനുമെന്ന് അവർ ഓർത്തു. ഇവരെ തല്ലി തോൽപ്പിക്കാൻ ഇത് സിനിമയോ നോവലോ അല്ല. ഇവിടെ മനഃശക്തിയും ബുദ്ധിയുമാണ് ആയുധമാക്കേണ്ടത്. അപകടത്തിൻ്റെ ആസന്നത ഇരുവർക്കും ബോധ്യപ്പെട്ടു. പെട്ടെന്ന് ദാദിൽ പ്രത്യക്ഷയെ ചുംബിച്ചു. വിടടാ, അവൾ കുതറി. പക്ഷേ ദാദിലിൻ്റെ കൈ അയഞ്ഞില്ല. ഒരു പുലി ഇരയെ പിടിച്ചിരിക്കുന്നത് പോലെയായിരുന്നു അവൻ. ധനുഷിൻ്റെ ഹൃദയം പിടഞ്ഞു. തങ്ങൾ പറഞ്ഞിട്ടാണ് ഇവൾ വന്നത്. അവസാനം ഇപ്പോൾ. ദാദിൽ, ധനുഷിൻ്റെ ശബ്ദം വല്ലാതെ ഉയർന്നു. ഇനിയൊരു വട്ടം കൂടി നീ അവളോട് മര്യാദക്കേട് കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ദാദിൽ വെല്ലുവിളിച്ചു. ആ സമയം ധനുഷിൻ്റെ ഫോണിൽ ചില മെസ്സേജുകൾ വന്നു. അവൻ തിടുക്കത്തിൽ അതെടുത്ത് നോക്കി. പിന്നെ ചിരിച്ചു. എന്ത് ചെയ്യുമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പ്രവർത്തിച്ച് കാണിക്കുന്നതല്ലടാ. നിനക്കുമുണ്ടല്ലോ ഒരു പെങ്ങൾ. അവളിപ്പോൾ ചേളന്നൂർ കോളേജിനടുത്തുള്ള ഒരു ഐസ്ക്രീം പാർലറിലുണ്ട്. പച്ച ടോപ്പും മഞ്ഞ പാൻസും വെള്ള ഷാളും വേഷം. സംശയമുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ചു നോക്കിയേ. പ്രത്യക്ഷയെ നീ ഇനി തൊട്ടാൽ ആ സെക്കൻഡിൽ എൻ്റെ ടീം അവളെ പൊക്കും. പിന്നെ നിന്നെ പോലെ വാചകം പഠിക്കാനൊന്നും അവർ കാത്തു നിൽക്കില്ല. ദാദിൽ ശക്തമായി ഞെട്ടി. വിശ്വാസം വരാതെ അവൻ പ്രത്യക്ഷയിലെ പിടിവിടാതെ തൻ്റെ ഫോൺ എടുത്ത് പെങ്ങൾക്ക് കോൾ അയച്ചു. അപ്പുറത്ത് ഫോൺ അറ്റൻഡ് ചെയ്തു. നീ ഇപ്പോൾ എവിടാടി? തിടുക്കത്തിൽ തിരക്കി. കോളേജിനടുത്ത്. എന്താ, ഐസ്ക്രീം പാർലറിലാണോ?
അതെ, ശബ്ദത്തിൽ പരുങ്ങൽ. ദാദിലിന് ശ്വാസഗതിയേറി. നിന്റെ വസ്ത്രത്തിൻ്റെ നിറമെന്താ? അപ്പുറത്തു നിന്ന് കേട്ട മറുപടി ദാദിലിൽ വിറയലുണ്ടാക്കി. ധനുഷ് പറഞ്ഞ അതേ വസ്ത്രങ്ങൾ. എന്താ ദാദിലെ ഇതൊക്കെ തിരക്കുന്നത്? അപ്പുറത്തെ ചോദ്യം കേട്ടെങ്കിലും അവൻ മറുപടി നൽകാതെ കോൾ കട്ട് ചെയ്തു. എന്താണോ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ധനുഷ് വീണ്ടും ചിരിച്ചു. ഒരുപാട് ആടിത്തിമിർത്തവനാണ് നീയെന്ന് അല്പം മുമ്പ് വീമ്പ് പറഞ്ഞല്ലോ. സ്വന്തം സഹോദരിക്ക് തന്നെ അത്തരം അനുഭവം ഉണ്ടാകുന്നതിൻ്റെ സുഖം നീ അറിയണം. ഒപ്പത്തിനൊപ്പം നിനക്കും ഞങ്ങൾക്കും ഒരുപോലെ സന്തോഷം. ഒരു സെക്കൻഡ് നേരത്തേക്ക് പതറിപ്പോയി ദാദിൽ. ഒരു കാറ്റ് ശക്തിയിൽ വീശി വന്നു. അവർക്ക് ചുറ്റുമുള്ള മരങ്ങൾ അതിൽ ഉലഞ്ഞു. അതിനിടെ ഋഷികേശിൻ്റെ ശബ്ദം കേട്ടു. അതുകൊണ്ട് തീരുന്നില്ല. നിന്റെ തന്ത ഇപ്പോൾ ബാലുശ്ശേരി കുക്കിംഗ് റെസ്റ്റോറൻറ്റിൽ ചിക്കൻ കപ്സ കഴിച്ചുകൊണ്ടിരിക്കുക. തൊട്ടടുത്ത ടേബിളിൽ എൻ്റെ ആളുണ്ട്. ഒറ്റ ബുള്ളറ്റ് കൊണ്ട് അയാളുടെ തല പിളരും. കാണണോടാ? ദാദിലിന് ശക്തി ക്ഷയം സംഭവിച്ചു. വിളിച്ച് സംശയം തീർത്തോടാ. അവൻ്റെ പതർച്ച ധനുഷിന് ആവേശം വർദ്ധിപ്പിച്ചു. ദാദിൽ തൻ്റെ അച്ഛനെയും വിളിച്ചു. സംഗതി ശരിയാണെന്ന് ബോധ്യമായി. നോക്ക്, ഋഷികേശ് തുടർന്നു. ഈ ഒരു നിമിഷം മറ്റെല്ലാം മറക്കാൻ നീ ഒരുക്കമാണെങ്കിൽ ഞങ്ങളും അങ്ങനെ തന്നെ. പക്ഷേ ഇതോടെ നിർത്തിയേക്കണം എല്ലാം. ഈ സ്റ്റേറ്റുകാരന്മാർ വല്ലാത്ത പഹയന്മാരാ കേട്ടോടാ. അത് അംഗീകരിക്കാനാവാതെ ദാദിൽ ശിരസ് ഇടംവലം വെട്ടിച്ചു. നഷ്ടപ്പെട്ടു പോയ ഊർജം അവൻ പെട്ടെന്ന് ആർജിച്ചു. ഇനി നിനക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്യാൻ അവസരം കിട്ടിയെങ്കിലല്ലേ അവർ ആക്രമിക്കപ്പെടൂ. അതുണ്ടാവരുതല്ലോ. അവൻ തൻ്റെ ഗുണ്ടകൾക്ക് കൽപ്പന നൽകി. കൊത്തി നിർത്തിയേരെ ഈ സ്റ്റേറ്റുകാരന്മാരെ. കേൾക്കാത്ത താമസം ഗുണ്ടകൾ കുരങ്ങളെ പോലെ പാറകൾക്ക് മുകളിലേക്ക് ചാടി വീണു. ഋഷികേശ് ഹെൽമറ്റിൽ പിടിമുറുക്കി ഒന്ന് വട്ടം കറങ്ങി. ആദ്യമെത്തിയവന് ആയുധമെടുക്കാനുള്ള നേരം കിട്ടിയില്ല. അയാളുടെ ഇടത് കാത് ചേർത്ത് അടിയേറ്റു. ഹാ! തലയോട് പിളർന്നതുപോലെ അയാൾ താഴേക്ക് ചെന്ന് വീണു, പാറയിടുക്കിലേക്ക്. നട്ടെല്ലും ശിരസും ഒന്നിച്ച് പാറയിൽ ഇടിച്ച് ചിരട്ട പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ അയാൾക്കായില്ല. മറ്റു 3 പേർ ആയുധങ്ങൾ വലിച്ചെടുത്തു. ഒരു വടിവാൾ, ബൈക്കിൻ്റെ ചെയിൻ, ഇടിക്കട്ട. ഒരു സെക്കൻഡിൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് ധനുഷും ദാദിലിൻ്റെ നേർക്ക് ചാടി വീണു. ഒരു കൈ കൊണ്ട് പ്രത്യക്ഷയെ പിടിച്ചിരിക്കുകയായിരുന്നതിനാൽ ദാദിലിനെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയില്ല. അടുത്ത നിമിഷം ധനുഷിൻ്റെ ഇടത് കൈ പിന്നിൽ നിന്ന് അവൻ്റെ കഴുത്തിൽ ഒരു വലയമായി മുറുക്കി. ഒപ്പം പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം അവൻ വലിച്ചെടുത്തു. അതിൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്തപ്പോൾ 4 ഇഞ്ച് നീളമുള്ള കത്തി മുന പുറത്തേക്ക് ചാടി. അത് അവൻ ദാദിലിൻ്റെ കഴുത്തിൽ കുറുക്കെ അമർത്തി. ഒറ്റയൊരുത്തൻ അനങ്ങരുത്. അനങ്ങിയാൽ ഈ പുല്ലൻ്റെ കുരവള്ളി കണ്ടിക്കും ഞാൻ. മുന്നോട്ടാഞ്ഞ 3 ഗുണ്ടകളും വലയിൽ കുരുങ്ങിയതുപോലെ ഒന്ന് നിന്നു. ധനുഷ് കത്തി അല്പം കൂടി അമർത്തി. പുന്നാര മോനെ, ഈ കൊച്ചിൻ്റെ മാനം രക്ഷിക്കാൻ നിന്നെ കൊല്ലേണ്ടി വന്നാൽ അതിനും ഞാൻ മടിക്കില്ല. തൻ്റെ കഴുത്തിൽ ഒരു നീറ്റിലുണ്ടായത് ദാദിൽ അറിഞ്ഞു. ധനുഷ് വേണ്ട, വല്ലവിധേനയും അവൻ സംസാരിച്ചു. നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളുമുണ്ട്. എല്ലാത്തിനെയും സ്കെച്ച് ചെയ്ത് വച്ചിരിക്കുക ഞാൻ. നിനക്ക് ദുഃഖിക്കേണ്ടി വരും. ഓഹോ, അപ്പോൾ നീ തന്നെ എല്ലാം അങ്ങ് തീരുമാനിച്ചു അല്ലേടാ? ധനുഷ് വല്ലാതെ കിതച്ചു. ഭാവിയിൽ പോലും ഒരു ശത്രു ഉണ്ടാവാൻ പാടില്ല എന്നതാണ്ടാ ഇപ്പോഴത്തെ ഞങ്ങളുടെയും പ്രമാണം. കണക്കുകൾ അപ്പോൾ തന്നെ ഒന്നായി തീർത്താൽ എനിക്ക് മാത്രമേ ജയിലിൽ പോകേണ്ടി വരൂ. മറ്റുള്ളവർക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ദാദിൽ, ഞാൻ നിന്നെ അങ്ങ് തീർക്കുകയാണ്. അവൻ്റെ ശബ്ദത്തിൽ നിന്നും കത്തിയുടെ ചലനത്തിൽ നിന്നും അങ്ങനെ തന്നെ ചെയ്യാൻ പോവുകയാണെന്ന് ദാദിലിന് തോന്നി. വേണ്ട വേണ്ട, ഒന്ന് പിടയാൻ പോലും കഴിയാതെ ദാദിൽ നാവനക്കി. അനങ്ങിയാൽ പോലും തൻ്റെ കഴുത്ത് മുറിയുമെന്ന് അവൻ അറിഞ്ഞു. നിനക്ക് മരിക്കണ്ടെങ്കിൽ ഈ പട്ടികളോട് ആയുധങ്ങൾ താഴെ ഇടാൻ പറയടാ, ഋഷികേശ് ഗർജിച്ചു. ദാദിൽ ഗുണ്ടകൾക്ക് കണ്ണുകൊണ്ട് ഒരടയാളം നൽകി. അവർ ആയുധങ്ങൾ താഴെയിട്ടു. ഋഷികേശ് അത് ശേഖരിച്ചു. ഇനി അവളെ വിട് പ്രത്യക്ഷയെ. ദാദിലിൻ്റെ പിടി അയഞ്ഞു. അവൾ മോചിതയായി. നിന്റെ ഈ പട്ടികളോട് മാറി നിൽക്കാൻ പറയടാ. ദാദിൽ കൈക്കൊണ്ട് ആംഗ്യം കാണിച്ചു. ഗുണ്ടകൾ ഒരു വശത്തേക്ക് ഒഴിഞ്ഞു നിന്നു. പാറയിടുക്കിൽ വീണവൻ അവിടെ കിടന്ന് ഞരങ്ങുകയാണ്. ധനുഷ് ദാദിലിൻ്റെ സെൽഫോൺ പിടിച്ചു വാങ്ങി ഋഷികേശിൻ്റെ നേർക്ക് എറിഞ്ഞു കൊടുത്തു. ഋഷി, ലക്ഷങ്ങളുടെ വിലയുള്ള അവന്മാരുടെ ഫോട്ടോ എടുക്ക് ആ ഫോണിൽ. ഋഷികേശ് ദാദിലിൻ്റെ ഫോണിൽ ഗുണ്ടകളുടെ ഫോട്ടോ എടുത്തു. അത് എന്തിനെന്ന് മറ്റാർക്കും മനസ്സിലായില്ല. ധനുഷ് പറഞ്ഞു, നമ്മൾ ഒരാളെ കുരുക്കുമ്പോൾ അതൊരിക്കലും അഴിയാത്ത കുരുക്കായിരിക്കണം ദാദിലെ. നിനക്ക് പക്ഷേ അതറിയില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മക്കളായ ഞങ്ങൾക്ക് അതറിയാം. അവൻ പ്രത്യക്ഷയ്ക്ക് ആംഗ്യം കാട്ടി. നീ പോയിക്കോ. ഇനിയൊരുത്തനും നിന്റെ പിന്നാലെ വരില്ല. പ്രാണനും മാനവും തിരിച്ചു കിട്ടിയ ആശ്വസ്തോടെ കൃതജ്ഞതയോടെ പ്രത്യക്ഷ ധനുഷിനെ ഒന്ന് നോക്കി. നിങ്ങൾ രണ്ടാളും? ഞങ്ങൾ ഈ ചേട്ടന്മാരോട് കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞിട്ട് പതുക്കെ അങ്ങ് വന്നോളാം. പണിക്കര് സാറ് നിന്നെ കാണാതെ പരിഭ്രമിച്ച് നിൽക്കുകയാവും. ചെല്ല്. അവൾ കുറ്റിക്കാടുകൾ വകഞ്ഞു മാറ്റി താഴെ റോഡിലേക്ക് പോയി. ഇര രക്ഷപ്പെടുന്നത് കണ്ടപ്പോൾ ദാദിലിന് സഹിച്ചില്ല. നീയൊക്കെ കളിക്കുന്നത് തീ കൊണ്ടാണ്, അവൻ ഭീഷണി മുഴക്കി. അതേടാ, അതാണ് ഞങ്ങൾക്കിഷ്ടം. മാത്രമല്ല ഞങ്ങൾ തല ചൊറിയുന്നത് പോലും തീക്കൊള്ളി കൊണ്ടാണ്. ഋഷികേശ് പരിഹസിച്ചു. ദാദിൽ എന്തോ പറയാൻ ഭാവിച്ചതാണ്. അപ്പോൾ ഋഷികേശ് പിന്നെയും തിരക്കി. നീ ഞങ്ങളോട് പകരം വീട്ടും അല്ലേടാ? വീട്ടിയിരിക്കുമടാ, നാളെ നേരം വെളുക്കും മുമ്പ്. അപ്പോൾ രക്ഷയില്ല. ഞങ്ങൾക്ക് സ്വസ്ഥമായി കഴിയണമെങ്കിൽ പെട്ടെന്ന് നിന്നെ ഗൾഫിലേക്ക് അയച്ചേ പറ്റൂ. ഋഷികേശ് ധൃതി കൂടാതെ ഒരു പാറയിലിരുന്നു. ദാദിലിൻ്റെ ഗുണ്ടകൾ നിസ്സഹായരായി നോക്കി നിന്നു. തങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയാൽ ദാദിലിൻ്റെ കഴുത്ത് മുറിയുമെന്ന് അവർക്ക് ഉറപ്പാണ്. കാരണം ധനുഷിൻ്റെ മുഖം അതാണ് പ്രകടമാക്കുന്നത്. ഋഷികേശ് ഫോണിൽ ദാദിലിൻ്റെ ഇമെയിൽ അക്കൗണ്ട് പരിശോധിച്ചു. അത് ഓപ്പണാണ്. ഋഷികേശ് വീണ്ടും ദാദിലിൻ്റെ നേരെ തിരിഞ്ഞു.
നീ ഞങ്ങളെ കൊല്ലുമെന്ന് ഉറപ്പാണല്ലോ അല്ലേടാ? അതേടാ പട്ടികളെ, ചുമ്മാതെ കൊല്ലത്തില്ല. ഏറ്റവും ക്രൂരമായ വിധത്തിൽ അവൻ മുരണ്ടു. ശരി, എങ്കിൽ ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല. ഋഷികേശ് നേരത്തെ എടുത്ത ഗുണ്ടകളുടെ ഫോട്ടോ ദാദിലിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഒപ്പം അടിക്കുറിപ്പും എഴുതി. ഇവർ എൻ്റെ സൈനികർ. ഒരു പോലീസും പിടിക്കാതെ എന്ത് കൊട്ടേഷൻ ജോലികൾ ചെയ്തു കൊടുക്കപ്പെടും. അതിനുശേഷം മുഖ്യമന്ത്രിക്കും ഒരു മെയിൽ അയച്ചു. മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന് നിങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് തരില്ല. 24 മണിക്കൂർ അതിനുള്ളിൽ നിങ്ങളുടെ ആയുസ് തീർക്കും. അതിനോടൊപ്പം കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളുടെ പേരും ആക്രമിക്കും എന്ന ഭീഷണിയും. കഴിഞ്ഞോടാ? ധനുഷ് തിരക്കി. കഴിഞ്ഞു. ഋഷികേശ് ചിരിച്ചു. എന്നിട്ട് ദാദിലിൻ്റെ ഫോൺ സ്വന്തം പോക്കറ്റിലിട്ടു. തുടർന്ന് ഗുണ്ടകൾ നിലത്തിട്ട ആയുധങ്ങൾ വടിവാളെടുത്ത് മുറുകെ പിടിച്ചു. ഇനി ചേട്ടന്മാർ പരസ്പരം കൈകൾ പിണച്ചു നിൽക്ക്. എടാ, ഒരുവൻ ഒച്ചയുയർത്തി. വേണ്ട, ചില നേരത്തെ എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കത്തില്ല. പറയുന്നത് അനുസരിച്ചോണം. ഋഷികേശ് വടിവാൾ നീട്ടി. ധനുഷും പറഞ്ഞു. ഇവൻ്റെ തല വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുമാകാം. ദേ, ഞാൻ കത്തി വലിക്കാൻ പോകുകയാണ്. തൻ്റെ കഴുത്തിൽ ഒരു മിന്നലുണ്ടായതുപോലെ ദാദിലിന് തോന്നി. അവൻ പറഞ്ഞതുപോലെ ചെയ്യടാ. ദാദിൽ കോപം കൊണ്ട് വിറച്ചു. ഇവന്മാരെ എന്താണ് കാണിക്കുന്നതെന്ന് അറിയട്ടെ. ഗുണ്ടകൾ പരസ്പരം ചേർന്ന് നിന്നു. ഋഷികേശ് ബാഗിൽ നിന്ന് ഫ്ലക്സ് ക്വിക്ക് ഗമ്മിൻ്റെ ഒരു ബോട്ടിലെടുത്തു. പിന്നെ രണ്ടുപേരുടെ ഓരോ കൈവെള്ളയിലേക്കും അത് വീഴ്ത്തി. ഗുണ്ടകൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അവൻ അവരുടെ കൈകൾ പരസ്പരം കോർത്തമർത്തി. 2 സെക്കൻഡ്. അവൻ പിടിവിട്ടു. പക്ഷേ ഗുണ്ടകൾക്ക് കോർത്ത വിരലുകൾ ഊരിയെടുക്കാനായില്ല. കൈപ്പത്തികൾ അടക്കം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവർ മറുകൈകൾ കൊണ്ടുകൂടി ചേർത്ത് വലിച്ചു. രക്ഷയില്ല. കൈവെള്ളയിലെ തൊലി പിളരുന്ന അനുഭവം. ഋഷികേശ് ചിരിച്ചുകൊണ്ട് മൂന്നാമൻ്റെ കൈയും ബലമായി പിടിച്ച് കൈവെള്ളയിലേക്ക് ഗം ചരിച്ചു. അവിടെ നിന്ന് പുക ഉയരുന്നു. അവൻ ആ കൈ മറ്റൊരുവൻ്റെ ശിരസിലമർത്തി. ഒന്ന് അനുഗ്രഹിച്ചേര്. ഗുണ്ടകൾ ശരിക്കും പെട്ടുപോയി. മൂന്നാമൻ കൈ വലിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ മുടിയും തലയിലെ ചർമ്മവും ഒന്നിച്ചു പിളരുമെന്ന മട്ടായി. എടാ പുല്ലേ, വലിക്കരുത്, അയാൾ തിമട്ടി. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഋഷികേശ് ദാദിലിൻ്റെ അടുത്തെത്തി. അവൻ ശരിക്കും പതറിയിരുന്നു. ഇവൻ എന്ത് ചെയ്യണം ധനുഷേ? എല്ലാവരും ഒന്നിച്ചു നിൽക്കട്ടെ, നമ്മൾ പോകുന്നതുവരെയെങ്കിലും. കത്തി മാറ്റാതെ തന്നെ ധനുഷ് ദാദിലിൻ്റെ കൈ പിടിച്ച് നീട്ടിക്കൊടുത്തു. അവൻ്റെ കൈപ്പത്തിയിലും പശ പുരട്ടി. പിന്നെ അതൊരു മരത്തിൽ പിടിപ്പിച്ചു. ദാദിലിനും കൈ പിൻവലിക്കാനാവാത്ത അവസ്ഥ. ധനുഷ് കത്തി പിൻവലിച്ചു. പിന്നെ എല്ലാവരെയും ഒന്നുകൂടി നോക്കിയിട്ട് ഇരുവരും തിരിഞ്ഞു നടന്നു. എടാ, ഞങ്ങളെ വേർപ്പെടുത്തിയിട്ട് പോകാൻ, ദാദിൽ അലറി. അവർ അത് ചെവിക്കൊണ്ടില്ല. റോഡിൽ മറ്റാരുമില്ലാത്ത നേരം നോക്കി കുറ്റിക്കാടുകൾക്കിടയിൽ നിന്ന് അവർ പുറത്തു വന്നു. ഡാമിനരികിലെത്തിയപ്പോൾ ദാദിലിൻ്റെ ഫോൺ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കക്കയം പച്ചക്കാട്ടിൽ വാസുദേവ പണിക്കരുടെ വീട്. ബുള്ളറ്റ് ബൈക്ക് മുറ്റത്തേക്ക് ഇരച്ചു കയറി ബ്രേക്കിട്ടു. കുസുമ വാതിൽക്കൽ വന്ന് ഒന്ന് എത്തി നോക്കി. ബൈക്കിൽ നിന്നിറങ്ങിയ ധനുഷും ഋഷികേശും വീടിനുള്ളിലേക്ക് ചെന്നു. അവിടെ കാവേരിയും ദക്ഷിണയും പ്രഫുല്ലകുമാറും അവർ അവിടേക്ക് വന്ന ഇന്നോവയുടെ ഡ്രൈവറും പണിക്കരുമെല്ലാം ഉണ്ടായിരുന്നു. ഡാമിന് അരികിൽ വെച്ച് നടന്ന സംഭവം പ്രത്യക്ഷ അവരോട് വിവരിക്കുകയായിരുന്നു. ധനുഷിനെയും ഋഷികേശിനെയും കണ്ടതേ അവൾ പെട്ടെന്ന് നിർത്തി. കുട്ടികളെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പണിക്കർ അവരെ നോക്കി. ഇല്ല സാറേ. ഇരുവരും പുഞ്ചിരിച്ചു. പിന്നെ പ്രത്യക്ഷ പോന്നതിന് ശേഷം അവിടെ നടന്നത് അത്രയും ചുരുക്കി പറഞ്ഞു. എങ്കിലും എനിക്കൊരു ഭീതി. കുസുമ പാതിക്ക് നിർത്തി. തൽക്കാലം ഒന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഋഷികേശും ധനുഷും സെറ്റിയിലിരുന്നു. കുറച്ച് വെള്ളം വേണം. പ്രത്യക്ഷ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അവർക്ക് കൊടുത്തു. ആ നേരത്തായിരുന്നു പണിക്കരുടെ ചോദ്യം. ദാദിലിൻ്റെ അച്ഛനും സഹോദരിയും കൃത്യമായി എവിടെയുണ്ടെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞത്? അതോ? ഋഷികേശും ധനുഷും പ്രഫുല്ലകുമാറിനെയും ഡ്രൈവറെയും നോക്കി. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടി ഇവരെ രണ്ടുപേരെയും ഞങ്ങൾ പറഞ്ഞയച്ചിരുന്നു. ദാദിലിൻ്റെ അച്ഛനെയും പെങ്ങളെയും ശ്രദ്ധിക്കാൻ. മിടുക്കന്മാർ. പണിക്കർ പൊട്ടിച്ചിരിച്ചു. പ്രത്യക്ഷ അപ്പോൾ ധനുഷിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരിയൂറി. അവളുടെയും. ദക്ഷിണ അത് കാണുകയും ഋഷികേശിന് നേരെ ആംഗ്യം കാണിക്കുകയും ചെയ്തു. രാത്രി. മരത്തിൽ ഒട്ടിപ്പോയ കൈപ്പത്തി വല്ലവിധേനയും അഴിച്ച് മോചിതനായിട്ട് ദാദിൽ കരിങ്കണ്ടൻ റെസ്റ്റോറൻറ്റിനോട് ചേർന്നുള്ള ഏറുമാടത്തിലെത്തി. ഗുണ്ടകൾ പരിക്കേറ്റവരുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഏറുമാടത്തിലേക്ക് കയറും മുമ്പ് ദാദിൽ സെക്യൂരിറ്റിയെ അടുത്ത് വിളിച്ചു. എന്നെ തിരക്കി ആരെങ്കിലും വന്നോടാ? ഒരു പെണ്ണ് വന്നിരുന്നു സാർ. പെണ്ണോ? ദാദിലിൻ്റെ നെറ്റി ചൊളിഞ്ഞു. അതെ സാർ. ഏത് പെണ്ണ്? കഴിഞ്ഞ ആഴ്ച ഒരു അമ്മയും മകളും കൂടി വന്നില്ലേ? അതിലെ മകൾ. ദാദിലിന് കാര്യം മനസ്സിലായി. എന്നിട്ട്? സാറിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്നും രാവിലെ വരാമെന്നും പറഞ്ഞിട്ട് പോയി. ദാദിൽ അമർത്തി മൂളി. അരമണിക്കൂർ കഴിയുമ്പോൾ എനിക്കുള്ള ഫുഡും ലിക്കറും കൊണ്ടുവരണം. ശരി സാർ. ഈ രാത്രി തന്നെ ചിലത് ചെയ്തു തീർക്കണമെന്ന കടുത്ത തീരുമാനവുമായി അവൻ ഏറുമാടത്തിലേക്ക് കയറി. അതുമല്ലാതെയൊന്ന് കുലുങ്ങി. കൈപ്പത്തിയിലെ തൊലി അടർന്നു പോയതിൻ്റെ കനത്ത നീറ്റൽ. അവൻ അവിടെയുണ്ടായിരുന്ന തൻ്റെ മറ്റൊരു മൊബൈൽ എടുത്ത് സുഹൃത്തുക്കളെ വിളിച്ചു. വേഗം വരാൻ നിർദ്ദേശിച്ചു. പിന്നെ ഒന്ന് കുളിച്ചു. അപ്പോഴേക്കും സുഹൃത്തുക്കളെത്തി. 5 പേർ. സെക്യൂരിറ്റി ഭക്ഷണവും മദ്യവും കൊണ്ടുവന്നു. ഇടം കൈകൊണ്ടാണ് ദാദിൽ കഴിച്ചത്. ഇതെന്തു പറ്റിയതാടാ? സുഹൃത്തുക്കൾ അവനെ തുറച്ചു നോക്കി. മദ്യം 2-3 പെഗ് ഒന്നിച്ചകത്താക്കിയിട്ട് അവൻ കാര്യം പറഞ്ഞു. കൊല്ലണം അവന്മാരെ. കൂട്ടുകാരിൽ ഒരാൾ ചാടി എഴുന്നേറ്റു. അതിന് തന്നെയാണ് നമ്മൾ പോകുന്നത്. മാത്രമല്ല പ്രത്യക്ഷ, അവൾ ഇന്ന് ഉറങ്ങുന്നതും ഇവിടെയായിരിക്കും.
തിടുക്കത്തിൽ അവർ മദ്യം തീർത്തു. പിന്നെ ആയുധങ്ങളുമായി സർവ്വസജ്ജരായി പുറത്തേക്കിറങ്ങി. പെട്ടെന്ന് ഗേറ്റ് കടന്ന 2 വാഹനങ്ങൾ ഇരമ്പിപ്പാഞ്ഞു വന്ന് അവർക്ക് മുന്നിൽ ബ്രേക്കിട്ടു. അവർ ഒന്ന് നടുങ്ങി. പോലീസ്. കഥ തുടരും.